ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എപ്പോഴും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എപ്പോഴും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിലേക്ക് കൈകൾ ഉയർത്തി ആരാധന യേശുവേ എന്ന് വിളിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങൾ വീശിക്കൊണ്ട് ആരാധന 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 ഉറക്കെ ചേർന്നു ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ശക്തിയോടെ ചേർന്ന് പാടാം. ഹല്ലേലൂയ കരങ്ങൾ വീശിക്കൊണ്ട് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളങ്ങ് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ ജീവിത വിഷമതകളെ സമർപ്പിച്ചുകൊണ്ട്, ഞങ്ങളുടെ കുടുംബത്തിന്റെ ആവശ്യങ്ങളെ സമർപ്പിച്ചുകൊണ്ട്, ഞങ്ങളുടെ ദുഃഖ ദുരിതങ്ങളെ സമർപ്പിച്ചുകൊണ്ട്, ഞങ്ങളുടെ കടഭാരങ്ങളെ സമർപ്പിച്ചുകൊണ്ട്, മക്കളെ കുറിച്ചുള്ള ആകുലതകളെ സമർപ്പിച്ചുകൊണ്ട്, കർത്താവേ, അവിടുത്തെ ആത്മാവിന്റെ ശക്തിയും അവിടുത്തെ കൃപയും യാചിച്ചുകൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, മനമുയർത്തി സ്വരമുയർത്തി യേശുവേ എന്ന് വിളിക്കട്ടെ. ഉടമ്പടി പ്രാർത്ഥന ഏറ്റു പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധമ്മേ, പരിശുദ്ധമ്മേ, കൃപാസനം പ്രസാദപരമാതാവേ, കൃപാസനം പ്രസാദപരമാതാവേ, അങ്ങേ സന്നിധിയിൽ ഞങ്ങൾ ചെയ്ത ഉടമ്പടി പാലിക്കുവാൻ എനിക്ക് ശക്തി തരണമേ. കൃപാസനത്തിലെ മരിയൻ കൃപാഭിഷേക ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് എന്റെ ആവശ്യം സാധിച്ചു തരണമേ. ഹല്ലേലൂയ 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 ആവേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കൃപാസനം പ്രസാദപരമാതാവേ, ഞങ്ങൾ ചെയ്ത ഉടമ്പടി പാലിക്കാൻ ഞങ്ങളുടെ കുടുംബത്തിന് ശക്തി തരണമേ. ആദ്യ ചൊവ്വാഴ്ച കൃപാസനത്തിൽ ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കുന്ന സകലരുടെയും പ്രാർത്ഥനയോട് ചേർത്ത് കുടുംബത്തിന്റെ ആവശ്യം സാധിച്ചു തരണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അവേ മരിയ അമ്മേ പരിശുദ്ധമേ, കൃപാസനം
പ്രസാദ മാതാവേ, അങ്ങേ സന്നിധിയിൽ എന്റെ പ്രിയപ്പെട്ടവർക്കായി ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കാൻ എനിക്ക് ശക്തി തരണമേ. ആദ്യ ഞായറാഴ്ച മൂന്നാം ചൊവ്വാഴ്ച നടക്കുന്ന ദിവ്യകാരുണ്യ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന സർവരുടെയും പ്രാർത്ഥനയോട് ചേർത്ത് എന്റെ കുടുംബത്തിന്റെ ആവശ്യം സാധിച്ചു തരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 ആരാധന, ദൈവമേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഉടമ്പടി പ്രാർത്ഥന ചൊല്ലി നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദശവത്സര പ്രാർത്ഥന ചൊല്ലി കർത്താവേ, എല്ലാ ദിവസവും രാവിലെ 5:30 മണിക്ക് പ്രാർത്ഥിക്കുന്ന മക്കളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കൃപാസനം പത്രികയിലൂടെ കർത്താവേ സൗഖ്യത്തെ തേടുന്നവര്, കൃപാസനം പത്രിക വെച്ച് ഉറങ്ങുന്നവര്, കൃപാസനം പത്രം രോഗമുള്ള ഭാഗത്ത് വെച്ച് കെട്ടുന്നവര് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ അധ്വാനത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, തൊഴിൽ രഹിതരെ സമർപ്പിക്കുന്നു കർത്താവേ, പുതിയ തൊഴിൽ തേടുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, പുതിയ വരുമാന മാർഗങ്ങൾ തേടുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, തൊഴിൽ സ്ഥിരതയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, IELTS എക്സാം എഴുതുന്നവരെ, നെറ്റിന്റെ എക്സാം എഴുതുന്നവരെ, എൻട്രൻസ് എഴുതുന്നവരെ, നെറ്റിന്റെ എക്സാം എഴുതുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈശോയെ അവരുടെ ശക്തി നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങളിൽ യേശുവേ എന്ന് വിളിക്കട്ടെ. കർത്താവേ, സർവ്വാംഗ രോഗിയോട് ഇടയ്ക്കിടെ തുറക്കാൻ കൽപ്പിച്ച കർത്താവേ, എല്ലാ രോഗികളെയും, ആശുപത്രിയിലെ വീടുകളിൽ കിടക്കുന്ന രോഗികളെയും വാർദ്ധക്യം പേറുന്നവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, തൈറോയ്ഡ് രോഗികളെ സമർപ്പിക്കുന്ന കർത്താവേ, ദൈവത്തിന്റെ ശക്തി നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇരിക്കുക. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ വളരെ കാതലായ ഒരു വിഷയം ധ്യാനിച്ച് പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ അനുഗ്രഹത്താലും കൃപയാലും നിറയാൻ പോവുകയാണ്. അച്ഛന് വേണ്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, അച്ഛന് വചനം കിട്ടാൻ വേണ്ടി സ്തുതിക്കട്ടെ. ഈ സമയത്ത് കർത്താവിൻ്റെ വചനം ഈ കൺവെൻഷൻ ഗ്രൗണ്ടിലും മറ്റു സ്ഥലങ്ങളിലെല്ലാം ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന മക്കള്, ഇന്റർനെറ്റിലും ഫേസ്ബുക്കിലും ഒക്കെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന മക്കള്, ഈ വിഷയം ലൈവായി കണ്ടുപിടിക്കുന്നവരെല്ലാം പരിശുദ്ധാത്മ നിറയാൻ വേണ്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, ലൈവ് പ്രോഗ്രാമിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ലോകമെമ്പാടും ഇരുന്നു കൊണ്ട് കർത്താവേ, കൃപാസന ശുശ്രൂഷ കണ്ടുകൊണ്ട് കർത്താവേ, അതിൽ പങ്കുചേർന്ന് ധ്യാനിക്കുന്ന മക്കളുടെ നിയോഗങ്ങളും അവരുടെ ആഗ്രഹങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, എന്റെ ഈശോയെ ജോസഫിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കാഴ്ചക്കുറവുള്ളവരെ സ്പർശിക്കുന്ന കർത്താവേ, തലക്ക് മറിയിപ്പുള്ളവരെയും ബ്ലഡ് ക്ലോട്ട് പൊതിച്ചവരെയും കർത്താവേ സ്പർശിക്കണമേ. സ്പർശിക്കുന്ന കർത്താവേ, എല്ലാം സ്പർശിക്കുന്ന കർത്താവേ, സ്പർശിക്കുന്ന കർത്താവേ, തലമുറ നാമത്തിൽ
Praise the Lord. ഉദരാശയത്തിൽ ഇങ്ങനെ കല്ലുപോലെ ഇങ്ങനെ എന്തോ സംഭവിക്കുന്ന ഗർഭാശയത്തിൽ കല്ലുപോലെ ഇങ്ങനെ തൊട്ടാൽ നമുക്കറിയാൻ പറ്റും അവിടെ സാധാരണ മാംസളമായിട്ടുള്ള ഒരു പഞ്ഞിപ്പോ പതുമയോ ഒന്നും ഇല്ലാതെ ബലമായിട്ടിരിക്കുന്നു. ആ ഗർഭാശയത്തെ അല്ലെങ്കിൽ ഉദരാശയത്തെ കർത്താവ് പൂർണ്ണമായി നിമിഷം സുഖപ്പെടുത്തിയിരിക്കുകയാണ്. ഒരു ഫിസിയോതെറാപ്പി ഒരു കൈയാണ് കാണിക്കുന്നത്. അതായത് ഒരു ഫിസിയോതെറാപ്പി കൈയുടെ ഈ ഭാഗം മുട്ടിൻ്റെ വലത് മുട്ടിൻ്റെ കൈമുട്ടിൻ്റെ മുട്ടുഭാഗങ്ങൾ മരവിച്ചിരിക്കുക. ചിലവിടെ എന്തോക്കെ കുറേ മരുന്നൊക്കെ അപ്ലൈ ചെയ്തിട്ടുള്ളതാണ് നേരത്തെ. പക്ഷേ കൈ അനക്കാൻ പറ്റണില്ല. കൈ ഇങ്ങനെ ഫ്രിഡ്ജ് എന്ന് മരവിച്ചിരിക്കുകയാണ്. അസ്ഥി ഉൾപ്പെടെയുള്ളത് ബലമായിട്ടിരിക്കുകയാണ്. നമ്മൾ ചില സമയത്ത് ഇങ്ങനെ പ്ലാസ്റ്റർ വെട്ടിക്കഴിഞ്ഞാൽ ചില സ്ഥലത്ത് ഇങ്ങനെ ചലനമില്ലാതിരിക്കുന്ന പോലെ ഇരിക്കുകയാണ്. അതുകൊണ്ട് കൈകൂച്ചനം മടക്കാൻ പറ്റുന്നില്ല. വീട്ടിലുള്ള രോഗിയാണ് കർത്താവ് സ്പർശിച്ച് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇടത് കൈയുടെ ശോഷിപ്പുണ്ട്. ഇടത് കൈക്ക് ഇങ്ങനെ മാംസം ഊർന്ന് ഇങ്ങനെ പൊരിച്ചു പോകും. അതായത് ഇടത് കൈയുടെ കൈ പൈച്ചിട്ടതിൻ്റെ മാംസം ഇങ്ങനെ കുറഞ്ഞ് ലൂസ് ചെയ്ത് ഇങ്ങനെ ഉരുകി പോയിട്ട് അവിടെ മുഴുവൻ ഇങ്ങനെ എല്ല് പോലെയായി പതുക്കെ കൊണ്ടിരിക്കുന്ന. അപ്പോൾ അതെന്തോ ഒരു പ്രത്യേക രോഗമാണ്. കർത്താവ് ആ രോഗത്തെ സ്പർശിച്ചുകൊണ്ടിരിക്കുന്നു. ആ വ്യക്തിയെ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്ന സമയത്ത് തന്നെ അതായത് ചെവിയുടെ താഴെ ഇങ്ങനെ ഒരു ഹോളാണ്. ചെവിയുടെ താഴെ നേരെ ഒരു കവളിനൊരു ഹോളാണ്. ക്യാൻസർ രോഗമാണ്. ക്യാൻസർ രോഗത്തിൽ അത് ആൾ മുഴുവൻ മരിക്കേണ്ട കേസാണ്. പക്ഷേ മരിക്കാതെ അവിടെ കുറച്ച് പാടുകൾ അവശേഷിപ്പിച്ചുകൊണ്ട് കർത്താവ് ഈ നിമിഷം കർത്താവ് ആരോഗ്യം സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന. ഹല്ലേലൂയ. ഇപ്പോഴേ രോഗാതുരമായ ഒരു ഹൃദയത്തെ ഈശോ കാണിക്കുന്ന. ഹൃദയ സംബന്ധമായ രോഗമുള്ള 7 പേരെയാണ് കർത്താവ് ഇപ്പോൾ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ചെട്ടിയാനെ പോലുള്ള വിഷജന്തുക്കൾ കടിച്ചതിൻ്റെ പേരിൽ രക്തത്തിൽ വിഷം കലർന്നതിൻ്റെ പേരിൽ ആ വിഷമുള്ള രക്തം ഒഴുകുന്നതിൻ്റെ പേരിൽ ശരീരത്തിൻ്റെ അവയവങ്ങൾ പ്രവർത്തിക്കാതിരിക്കുന്ന അവസ്ഥയും അതിൻ്റെ മറ്റു തരത്തിലുള്ള ദൂരവ്യാപകമായ സൈഡ് ഇഫക്ട്സ് കൊണ്ട് ആ വ്യക്തിയെയും കർത്താവ് ആ രക്തത്തെ കർത്താവ് ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഈശോ തരുന്ന 100 കണക്കിന് സൗഖ്യം നമ്മളിപ്പോൾ സാക്ഷ്യത്തിലൂടെ കേട്ടതാണ്. വ്യത്യസ്തങ്ങളായ മേഖലയിലാണ് കൃപാസനത്തിൽ ഈശോ സുഖപ്പെടുത്തുന്നത് നമ്മൾക്ക് മനസ്സിലാവുന്നുണ്ട്. നമുക്ക് കർത്താവ് തന്ന അടയാളങ്ങൾ പരിശോധിക്കുമ്പോൾ ഇന്നത്തെ ഏറ്റവും വലിയ സാക്ഷ്യങ്ങളെല്ലാം വന്നിരിക്കുന്നത് കൃപാസനത്തിൻ്റെ പത്രത്തിലൂടെ വന്ന സാക്ഷ്യങ്ങൾക്ക് ഭയങ്കര ഗ്രേഡ് ഉള്ള സാക്ഷ്യങ്ങളാണ്. ഞാൻ അതിലേക്ക് അധികം പ്രവേശിക്കണില്ല. നിങ്ങൾ കർത്താവിനെ അറിയാത്തവരെ അറിയിക്കാനും അറിഞ്ഞവരെ ആഴപ്പെടുത്താനും വേണ്ടി കൃപാസനം പത്രം എന്ന് ഹോസ്പിറ്റൽ മിഷൻ തുടങ്ങി. അതിനുശേഷമാണ് അമ്മയുടെ പ്രത്യക്ഷീകരണം അനൗൺസ് ചെയ്യാൻ പറഞ്ഞത്. അമ്മയുടെ പ്രത്യക്ഷീകരണം അനൗൺസ് ചെയ്തത് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിലൂടെയാണ്. പ്രത്യക്ഷീകരണ പ്രാർത്ഥന 1 കൊല്ലം പ്രാർത്ഥിച്ചപ്പോഴും ഉടമ്പടി പ്രാർത്ഥന തന്ന. ഇപ്പോഴിതെല്ലാം ഉൾപ്പെടുത്തി ഉടമ്പടി പ്രാർത്ഥനയിലൂടെ വെഞ്ചരിച്ച ഉപ്പ്, തേന്, ഒലിവെണ്ണ. ഇപ്പോഴ് ജനങ്ങൾ തന്നെ ചെയ്തിരിക്കേണ്ടത് വെഞ്ചരിച്ച പത്രവും ഉടമ്പടി തൈലവും കൂടി കത്തിച്ച് ചാലിച്ച് വേറെ പെരുട്ടിയും മലദൂരത്തിൽ പെരുട്ടിയും മാരകമായ രോഗങ്ങളിൽ നിന്ന് കർത്താവ് അവരെ മോചിപ്പിക്കുമ്പോൾ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട കാര്യമുണ്ട്. അടയാളങ്ങൾ എപ്പോഴും അപകടങ്ങളാണെന്ന്. അടയാളങ്ങൾ അപകടങ്ങളാണ്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അടയാളം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ താമസിയാതെ നമ്മളൊരു അപകടത്തിലേക്ക് വീഴാൻ സാധ്യതയുണ്ടെന്ന്. എന്താ കാര്യം? അടയാളം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ താമസിയാതെ നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ, എല്ലാവരും വീഴത്തില്ല, സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മളൊരു അപകടത്തിലേക്ക് വീഴാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കണത്? അത് കർത്താവിൻ്റെ വചന മത്തായിയുടെ സുവിശേഷം 18, 21, 35 തിരുവചനങ്ങളാണ്. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 21-ാമത്തെ വാക്യം എന്താ പറയണത്? 21-ാമത്തെ വാക്യം പറയണത് കരുണ കിട്ടണമെങ്കിൽ കപ്പം കൊടുക്കേണ്ട കാര്യമില്ലെന്നാണ് പറയണത്. ദൈവത്തിൻ്റെ കരുണ. ഇപ്പം നീ പല രീതിയിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം നീ 2 അബോർഷൻ കഴിഞ്ഞ വ്യക്തിയാണ്. അപ്പം നീ എന്നും പ്രാർത്ഥിക്കുമ്പോൾ ഈ സങ്കടം നിൻ്റെ മനസ്സിലുണ്ട്. കർത്താവ്, ഞാൻ 2 കുഞ്ഞുങ്ങളെ കൊന്നു കളഞ്ഞാണല്ല. അപ്പോൾ ദൈവം എനിക്ക് എന്നെ സഹായിക്കത്തില്ലായിരിക്കും. വെറുതെ അല്ല എൻ്റെ ഭർത്താവ് കുടിച്ച് തൂങ്ങി നടക്കുന്നത്, വെറുതെ അല്ല എനിക്ക് സമാധാനം ഇല്ലാത്തത്. ഇങ്ങനെ കുറേ ചവറ് കാര്യങ്ങൾ ദൈവവേദലെ നീ ചിന്തിച്ച് ദൈവം ചിന്തിക്കാത്ത കാര്യം
ദൈവം പ്രാധാന്യം കൊടുക്കാത്ത കാര്യത്തിന് വേണ്ടി നീ ചിന്തിച്ച് കുളമാക്കി തെറ്റിദ്ധാരണയും കുറ്റബോധം ഉണ്ടാക്കി ഭാരപ്പെടുത്തി നിന്റെ പ്രാർത്ഥനയിൽ നിന്ന് താഴെ പോകുന്നുണ്ടെന്ന് കർത്താവ് അറിയിക്കുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. 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 കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. 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 ഈ പ്രാർത്ഥനയിൽ വളരാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് അമിതമായ പാപബോധമാണ്. അമിതമായ പാപബോധം, അതായത് ഞാൻ ഇന്ന കാര്യങ്ങൾ കൊണ്ട് പാപിയായത് കാരണം എൻ്റെ പ്രാർത്ഥന ഈ ജന്മത്ത് കർത്താവ് കേൾക്കത്തില്ലെന്ന് പറയും. അതാര് പറയണതാണ്? പിശാച് പറയണതാണ്. അത് പിശാച് പറയണതാണ്. നിൻ്റെ കർത്താവ് പറയത്തില്ല. നിൻ്റെ ഒരു ഭൗതിക അനുഗ്രഹം നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ കർത്താവ് ഉടനെ നിൻ്റെ ആത്മാവിൻ്റെ സ്ഥിതി പരിശോധിക്കത്തില്ല. ഭൗതിക അനുഗ്രഹം വേണമെന്നുണ്ടെങ്കിൽ ഭൗതിക അനുഗ്രഹം തരും. അതിനുശേഷം നീ പറയും നിൻ്റെ ആത്മാവിൻ്റെ കാര്യം നീ സെറ്റ് ചെയ്യാൻ പറയും. കർത്താവിൻ്റെ രീതികളതാണ്. അതുകൊണ്ട് ദൈവപദർ ഇന്ന് ആദ്യം വന്നിരിക്കുന്ന സഹോദരങ്ങളായാലും എന്നെ ഈ ഇൻ്റർനെറ്റിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഇപ്പം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മക്കളായാലും ഇനി ശ്രമിക്കാതിരിക്കുന്ന മക്കളായാലും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതായത് നീ അനാവശ്യമായ കുറ്റബോധമോ ഹൃദയഭാരമോ പാവബോധമോ സൂക്ഷിക്കേണ്ട കാര്യമില്ല. ദൈവത്തിന് അനുഗ്രഹം ലഭിക്കാൻ ഭൗതികമായ ആനുകൂല്യത്തിന് പാപത്തിൻ്റെ ബോധത്തിൻ്റെ അമിതമായ പാവബോധം നിന്നെ പ്രാർത്ഥനയിൽ മരവിപ്പിക്കും. എന്താ കാര്യം? ഈ സുവിശേഷത്തിൽ അനുഗ്രഹം ലഭിച്ചിരിക്കുന്ന ആൾക്കാരെല്ലാവരും കൃത്യമായിട്ട് പരിശുദ്ധന്മാർക്കാണ് കിട്ടിയിരിക്കുന്നത് അനുഗ്രഹങ്ങളൊക്കെ? അല്ല. സുവിശേഷത്തിൽ അനുഗ്രഹം കിട്ടിയിരിക്കുന്ന പരിശുദ്ധന്മാർക്ക് അല്ലെങ്കിൽ എനിക്ക് നിനക്കും നേരത്തെ അനുഗ്രഹം കിട്ടും. കൈ അടിച്ച് കർത്താൻ സുടലല്ലേ. സുവിശേഷത്തിൽ അനുഗ്രഹം കിട്ടിയിരിക്കുന്നത് നിന്റെ ആത്മാവിനെ അളന്നും തൂക്കിയും വിശുദ്ധിയും അവിശുദ്ധിയും അളന്നും തൂക്കിയും അല്ല. സുവിശേഷത്തിൽ ആൾക്കാർക്ക് അനുഗ്രഹം കിട്ടിയിരിക്കണമെന്നുണ്ടെങ്കിൽ എനിക്കും നിനക്കും അനുഗ്രഹം കിട്ടും. അവരെക്കാൾ നേരത്തെ 10 ദിവസം മുമ്പേ കിട്ടും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഒരു കാരണവശാലും കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഭൗതികമായ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ ജീവിതാവസ്ഥയെക്കുറിച്ച് നീ ചിന്തിച്ച് കുറ്റബോധം മനസ്സിൽ സൂക്ഷിക്കരുത്. നമുക്ക് പശ്ചാത്താപമാകാം. ഇപ്പോൾ ആൾക്കാർക്കോട് അതല്ലല്ലോ. ആവശ്യമില്ലാത്ത മാനസിക പെരുപ്പമല്ലേ ഇല്ലേ? നിങ്ങളുടെ കയ്യിൽ നിന്ന് കഴിഞ്ഞ ഇപ്പം നിങ്ങൾ ചിലപ്പോൾ മദ്യപാനിയാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോൾ ചട്ടാനിയം ഭയങ്കര കലഹം ഉണ്ടാകും. ചിലപ്പോൾ നിങ്ങളൊരാളെ കൊന്ന വ്യക്തിയാകാം. കാര്യം ഞാനിങ്ങനെ കൊന്ന വ്യക്തികളെ ഒരു മാസം 2-3 പേരെങ്കിലും കണ്ടുപിടിച്ച് 2-3 പേര്. അപ്പോൾ ഞാൻ അവൻ കൊലപാതകമാണെന്ന് ഞാൻ ഒരിക്കലും അവൻ്റെ മുഖത്ത് നോക്കി പറയത്തില്ല. എന്താ കാര്യം? ഓരോ വ്യക്തികളെ കാണുമ്പോൾ യേശു ക്രിസ്തുവിന്റെ വിശുദ്ധ കരുണയാൽ വീണ്ടെടുക്കാൻ പറ്റിയ ദൈവപൈതലാണ് അവൻ. കൈ അടിച്ച് ഞാൻ പറയത്തില്ല. അവനൊരു ആളെ കൊന്നിച്ച് വന്നാലും ഞാൻ പറയത്തില്ല. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ദൈവപൈതലിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേക കാലഘട്ടങ്ങളിൽ ദൈവത്തിൻ്റെ അറിവിൻ്റെ പ്രേരണ കുറവ് കൊണ്ട് ചിലപ്പോൾ ചില കയ്യബദ്ധങ്ങൾ സംഭവിക്കുമ്പോൾ അത് വെച്ചുകൊണ്ട് അവസാനം വരെ ദൈവം അളക്കുന്നില്ല. ദൈവത്തിൻ്റെ കരുണയാൽ രക്ഷപ്പെടാൻ സാധ്യതയുള്ള ഒരു ദൈവപൈതലാണ്, പാപിയല്ല. ശരിക്കും പാപി എന്ന് പറയുന്ന ആൾ അത് നെഗറ്റീവായിട്ടുള്ള വശമാണ്. ഒരു പാപം ഭാരമുള്ള വ്യക്തിക്ക് എന്നാ സംഭവിക്കണത്? അവളെല്ലാം ഒരിക്കലും ആവശ്യമില്ലാത്ത പാപഭാരം ചുവന്നുകൊണ്ട് നടന്ന് നീ നിന്നെ തന്നെ വിഷമിപ്പിക്കരുത്. നീ ഫ്രീ ആകണം. എന്താ കാര്യം? നിന്റെ പാപത്തേക്കാൾ എത്രയോ വലിയവനാണ് കർത്താവ്. കൈ അടിച്ച് കർത്താവ് ഈ വലിയവനാണ് കർത്താവേ, രക്ഷകനാണ് ഈശോയെ, വിമോചകനാണ് ഈശോയെ. ഹല്ലേലൂയ. ചിലപ്പോൾ നിനക്ക് സാമ്പത്തികമായ കടങ്ങളുണ്ടാകാം. ചിലപ്പോൾ നിന്റെ ഭവനം ജപ്തി നടപടിയെ അഭിമുഖീകരിക്കുന്ന സമയമാകാം. ചിലപ്പോൾ നിന്റെ കമ്പനി ലിക്വിഡേഷനിലാകാം. ഇങ്ങനെ പലതരത്തിലുള്ള വിഷമങ്ങൾ വരുമ്പോൾ പിശാചോടെ പറയും നീ പാപിയാണ്, നിന്റെ കമ്പനി നശിച്ചു പോകും, നീ പാപിയാണ്, നീ ജപ്തി നടപടി നടക്കുമ്പോൾ ഒരു ചുക്ക് നടക്കലെന്ന് കർത്താവിൻ്റെ മുമ്പ് ഞാൻ സാക്ഷിയായി പറയുന്നു. കൈയിട്ടിച്ച് കർത്താവ്. എന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ പാപിയാണെന്ന് പറയുമ്പോൾ നീ ചങ്കുടത്തെ പറയണം, എൻ്റെ കർത്താവിൻ്റെ ഒരു തുള്ളി രക്തത്തിൻ്റെ മണം മതി എൻ്റെ പാപം മോചിക്കപ്പെടാൻ. കൈയടിച്ച് ദൈവപൈതലേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. എൻ്റെ ദൈവമായ കർത്താവേ, അങ്ങയുടെ തിരുച്ചോരയുടെ ശക്തിയും ഗന്ധവും ഞങ്ങൾക്ക് സൗഖ്യം പകരുമെന്നുള്ള വലിയ പ്രബോധനത്തെ ഓർത്തുകൊണ്ട്, സുവിശേഷത്തെ ഓർത്തുകൊണ്ട് സ്തുതിക്കുന്ന കർത്താവേ. ചില കൗമാര യൗവന കാലങ്ങളിലൊക്കെ മനുഷ്യന് ഉണ്ടാകുന്ന ചില അബറേഷൻസ് ഉണ്ടാകും. സ്വയംഭോഗം ചെയ്യുന്നവരുണ്ട്. അത് പൗസ്ത്രന്മാർ ചില ആൾക്കാർ ദൈവത്തെ അറിയാത്തവർ നീതീകരിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ വിഷയം അതല്ല. അങ്ങനെ ഒരു ചെറുപ്പക്കാരിയാണ് നീയെങ്കിൽ
നിൻ്റെ ഒരു സ്വയംഭോഗം എന്ന പാപം കൊണ്ട് തന്നെയാണ് നീ പരീക്ഷയ്ക്ക് തോറ്റത്, നിനക്കിനി പഠിക്കാൻ പറ്റാത്തത്, പ്രാർത്ഥിക്കാൻ പറ്റാത്തത്. ഇനി ഞാൻ ദൈവത്തെ പോലും വിളിച്ചാൽ കേൾക്കത്തില്ല. ഞാനെങ്ങനെ ഈ പാപത്തിൽ മോചിക്കും? പാപമെല്ലാം കഴിഞ്ഞിട്ട് എനിക്കെങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റും എന്ന് ചിന്തിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാതിരിക്കുന്ന പരിപാടികൾ പിശാചിൻ്റെ മാത്രം പ്രവർത്തനങ്ങളാണ്. ദൈവവേദന നിനക്ക് ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക ചാബല്യം ഒരു കാലത്തുണ്ടായി. ഇനി നമ്മൾ വളർന്നു വരികയാണ്, ദൈവത്തിലും വളർന്നു വരികയാണ്. വളർന്നു വരുമ്പോൾ ദൈവം നമുക്കത് മാറ്റും. പക്ഷേ അതുവരെ നീ കുറ്റബോധം കൊണ്ട് ചോന്നുണ്ടാക്കേണ്ട കാര്യമില്ല. കർത്താവിനോട് പറഞ്ഞാൽ മതി, കർത്താവേ എനിക്കിങ്ങനെ ഒരു ചാബല്യമുണ്ട്, അതെൻ്റെ പാപത്തെ എൻ്റെ ആത്മാവിനത് ബാധിക്കുന്നുണ്ട്. പക്ഷേ ദൈവത്തിൽ ഇപ്പോഴും ഈശോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് നിൻ്റെ ഭൗതിക മേഖലകളെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി ദൈവത്തിനൊരു തടസ്സമാണെന്ന് നീ കരുതിയാൽ നീ പ്രാർത്ഥിക്കത്തുമില്ല, ഭൗതികമില്ല, ആധ്യാത്മിക അനുഗ്രഹം നീ കിട്ടാതിരിക്കുമ്പോൾ ആരാണ് ജയിക്കാൻ പോണത്? പിശാച് ജയിക്കും, ഇല്ലേ? അതുകൊണ്ട് ആവശ്യമില്ലാത്ത കുറ്റബോധം കളയുക. പശ്ചാത്താപം ദൈവത്തിൻ്റെ സ്നേഹം നിറയുമ്പോൾ നമുക്ക് താനേ ഉണ്ടായിക്കൊള്ളും. പക്ഷേ ഇതൊന്നും ഇപ്പം നിന്നെ അനുഗ്രഹിക്കുന്നതിന് ദൈവത്തിൻ്റെ കൈ പിടിച്ച് പുറകോട്ട് വലിക്കുന്നില്ല എന്നുള്ളതാണ് കർത്താവിൻ്റെ വചനം പറയണത്. ഇപ്പം കടമുള്ളവർ, പലതരത്തിലുള്ള വിഷമങ്ങളുള്ള സന്ധികളുള്ളവർ അവർ പ്രാർത്ഥിച്ചിട്ട് ഇപ്പം ചില പ്രാർത്ഥന നിങ്ങൾക്കറിയാമല്ലോ, ചില വിഷയങ്ങൾക്ക് നമ്മൾ 2 ദിവസം ചിലത് ഇപ്പോൾ ഉടമ്പടി കഴിഞ്ഞ് സെക്കൻഡുകൾക്കുള്ളിൽ കാര്യങ്ങൾക്ക് മാറ്റം ഉണ്ടാകണില്ലേ? ആ ഉടമ്പടി തന്നെ ഉള്ള ചില കാര്യങ്ങൾക്ക് ചില സമയത്ത് നമുക്ക് കഴിഞ്ഞ കൊല്ലം ഉടമ്പടി ചെയ്തത് ഇപ്പോഴാണല്ലോ സാക്ഷ്യം പറയണത്, ഇല്ലേ? നമുക്ക് കേട്ടില്ലേ, കഴിഞ്ഞ കൊല്ലം ഉടമ്പടി ചെയ്തതിൻ്റെ സാക്ഷ്യം ഇപ്പോഴാണ് പറയണത്. കാര്യം അതിൻ്റെ സമയം ഇപ്പോഴേ ആയിട്ടുള്ളൂ. അതുകൊണ്ടാണ് അത്. പക്ഷേ നീ എന്ത് ചെയ്യുന്നറിയാവോ? നിന്നോട് പിശാച് പറയും, ഉടമ്പടി കാര്യം ചെയ്തിട്ട് 3ാമത്തെ കാര്യം നടക്കാത്തതിൻ്റെ കാരണം നിൻ്റെ ഈ കയ്യിരിപ്പ് മോശം കൊണ്ടാണ്. എന്തുകൊണ്ടാണ് അച്ഛൻ ഇങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ ഒരു രീതി, ദൈവത്തിന് പല രീതികളുണ്ട്. ദൈവത്തിന് പല രീതികളുണ്ട്. പാപത്തെ കണിശമായിട്ട് ശാസിക്കുന്ന വ്യക്തികളുണ്ട്. പക്ഷേ അത് അവരുടെ നിലവാരമനുസരിച്ചാണ്. ഇപ്പം ഞങ്ങളോടൊക്കെ ആണെങ്കിൽ വളരെ കർക്കശമായിട്ട് ദൈവം പെരുമാറും. കാര്യം എന്താ? ഞങ്ങൾക്ക് കർത്താവിനെ അറിയാം, കർത്താവിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി ജീവിതം സമർപ്പിച്ചിരിക്കുന്ന ആൾക്കാർ. നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങളെല്ലാം ഓരോ ആധ്യാത്മികമായിട്ട് ഓരോ നിലവാരത്തിലാണ്. ചിലർ തുടങ്ങിയതേ ഉള്ളൂ, ചിലർ വളർന്നു വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ തുടങ്ങിയ ആൾക്കാരുടെ കർത്താവിൻ്റെ വലിയ ശാപവും വലിയത്തിൻ്റെ പാപവും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ എങ്ങനെ പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ പ്രത്യാശപ്പെട്ട് അവൻ്റെ ജീവിതത്തിന് ദൈവത്തെ ആശ്രയിച്ച് മുന്നോട്ട് പോണത്? ദൈവത്തെ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്നത് തടസ്സമാണെന്ന് കണ്ടപ്പോഴല്ല ചില ആൾക്കാർ മനസ്സ് പടിഞ്ഞ് സാത്താൻ വർഷിപ്പിന് പോയിരിക്കുന്നത്. ഈ സാത്താൻ വർഷിപ്പുകാരൊക്കെ എങ്ങനെയാണ് ഈ ലോകത്ത് വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തിനെ പ്രാപിക്കുന്നതിന് വേണ്ടി ഉള്ള മാർഗങ്ങളെ സങ്കീർണമാക്കിയപ്പോൾ, ദൈവത്തെ പ്രാപിക്കാൻ എളുപ്പമല്ലെന്നുള്ള ഒരു ചിന്ത വന്നപ്പോൾ, എളുപ്പമായി ആരെ പ്രാപിച്ചിട്ട് അനുഗ്രഹം പ്രാപിക്കാം അവൻ്റെ പുറകെ ജനം പോയതാണെങ്കിൽ അതിനാണ് ഇപ്പം കർത്താവ് ഔഷധം നൽകുന്നത്. കൈ അടിച്ച് കർത്താവ് നമ്മളെ മത്തായിയുടെ സുവിശേഷത്തിൽ വായിച്ചു. എന്താ വായിച്ചത്? 18-ാമത്തെ 21-ാം വാക്യം പറയുന്നു, ഒരു ദൈവരാജ്യത്തെക്കുറിച്ചാണ് ഈശോ പറയണത്. സ്വർഗരാജ്യമൊക്കെ പറയുമ്പോൾ ഒരു സേവകനെ കണക്ക് ബോധിപ്പിക്കാൻ വേണ്ടി ദൈവതിരുസന്നിധിയെ വിളിക്കുക. അവൻ വലിയ കടക്കാരനാണ് ശരിക്കും. അത് 1000 താലന്താണ് അവന് യജമാനെ കൊടുക്കാനുള്ളത്. 1000 താലന്തെന്ന് പറയുമ്പോൾ ഞാൻ ഇൻ്റർനെറ്റ് അടിച്ച് നോക്കിയപ്പോൾ $millions എന്നാണ് കിടക്കണത്. $millions. കുറച്ചൊന്നും ആപ്പല്ലോ. $1 തന്നെ 10, 60, 70 രൂപ ഒക്കെ വില വരുന്നുണ്ട്. ചില സമയത്ത് 55 തൊട്ട് ഇങ്ങനെ തുടങ്ങും. അത് മില്യൺസാണ്. അപ്പോൾ എന്തുമാത്രം കടമാണുള്ളത്. അവന് ജന്മത്ത് വീട്ട് തീർക്കാൻ പറ്റത്തില്ല. ദൈവരാജ്യത്തെക്കുറിച്ച് പറയുമ്പോൾ കടം എന്താണത്? പാപകടമല്ലേ? ദൈവരാജ്യത്തെക്കുറിച്ച് പറയുമ്പോൾ ദൈവരാജ്യത്തെക്കുറിച്ചാണല്ലോ പറയണത്. സ്തുതിയുടെ ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവരാജ്യത്തെക്കുറിച്ചുള്ള പ്രബോധനങ്ങൾ നൽകുന്നതിനെ ഓർത്ത് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 20:18-23. സ്വർഗരാജ്യം തൻ്റെ സേവകന്മാരുടെ കണക്ക് തീർക്കുവാൻ ആഗ്രഹിച്ച ഒരു രാജാവിന് സദൃശ്യം. കണക്ക് തീർക്കാൻ ആരംഭിച്ചപ്പോൾ 10,000 താലന്ത് കടപ്പെട്ടിരുന്ന ഒരുവനെ അവൻ്റെ മുമ്പിൽ ഹാജരാക്കിയെന്ന്. അവിടെ രാജാവിൻ്റെ മുമ്പിൽ. അവിടുത്തെ ദൈവരാജ്യത്തെക്കുറിച്ചാണ് ഈ ഉപമയെങ്കിൽ അവിടെ യജമാനൻ ആരായിരിക്കും?
ദൈവമായിരിക്കും. ദൈവത്തിന് കൊടുത്തു വിടാനുള്ള കടം എന്തായിരിക്കും? പാപകടങ്ങളായിരിക്കും, അല്ലേ? അതെന്തിന്? അത്രയും വലിയ കുടുംബാബിയെ കൊണ്ടുവന്ന് വെച്ചിരിക്കുക. എന്താ പറഞ്ഞത്? 10,000 താലന്ത്, $millions. ഈ 10,000 താലന്ത് അവൻ്റെ ജന്മത്തെ കൊടുത്തു വിട്ടാൻ പറ്റത്തില്ല. അപ്പോഴതുകൊണ്ട് നിൻ്റെ ഭാര്യയെ വിൽക്കാൻ പറഞ്ഞു, നിൻ്റെ മക്കളെ വിൽക്കാൻ പറഞ്ഞു, നിൻ്റെ വസ്തുവക വിൽക്കാൻ പറഞ്ഞു. തൽക്കാലം നിനക്ക് ജീവനെ ഞാൻ കൈവെക്കത്തില്ല. അപ്പോൾ എല്ലാം നഷ്ടപ്പെടുകയാണ് ശരിക്കും പറഞ്ഞാൽ. കുടുംബനാഥന് ഒരു ഇപ്പം മദ്യപാനമായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള എന്തെങ്കിലും ദൈവത്തിന് നിരക്കാത്ത ഒരു വിഷയമായിക്കൊള്ളട്ടെ, കുടുംബനാഥൻ എന്തെങ്കിലും സംഭവിച്ചാൽ അത് ഭാര്യയെ ബാധിക്കുമെന്ന് വ്യക്തമല്ലേ? കുടുംബനാഥന് ഇപ്പോൾ ഒരു മറ്റു സ്ത്രീകളുമായിട്ട് എന്തെങ്കിലും ഒരു ചുറ്റിക്കളിയൊക്കെ പോയി കഴിഞ്ഞാൽ അത് വൈഫിനെ ബാധിക്കും. പിന്നെ ആരെ ബാധിക്കും? മക്കളെ ബാധിക്കും. പിന്നെന്ത് ബാധിക്കും? വസ്തുവകളെ ബാധിക്കും, ഇല്ലേ? വസ്തുവകളെ അത് ബാധിക്കും. പാപകരമായ കച്ചവടത്തിനൊക്കെ പോകുന്ന ആൾക്കാരുടെ വസ്തുവകൾ നഷ്ടപ്പെടുന്നില്ലേ? അപ്പോൾ ഇങ്ങനെ ഒരു കൊടുംപാപിയെ കൊണ്ടുവന്നിരിക്കുക. ഈ കൊടുങ്കുപാപിയെ കൊള്ളുമ്പോൾ എന്ത് അപ്പം തന്നെ പിടിച്ച് കൊല്ലുകളാണ് ചെയ്യണത്? ഇല്ല. യജമാൻ അവനോട് കാരുണ്യം കാണിക്കുന്നുണ്ട്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. ദൈവത്തിൽ സന്നിധി ഭൗതികമായ ആനുകൂല്യം കിട്ടാൻ കാരുണ്യത്തിന് കപ്പം കൊടുക്കേണ്ട കാര്യമില്ല. അത് യജമാനൻ അവൻ്റെ സ്വഭാവത്താൽ നമ്മോട് കാണിക്കുന്ന യേശുക്രിസ്തു ആരാ? യജമാനൻ്റെ ദൈവത്തിൻ്റെ പിതാവായ ദൈവത്തിൻ്റെ കാരുണ്യമാണ്, ദിവ്യകാരുണ്യം. യേശുക്രിസ്തു ആരാണ്? എന്ന് പറഞ്ഞ യേശുക്രിസ്തു ആരാണ്? യജമാനന്റെ ദൈവത്തിന്റെ കാരുണ്യമാണ്. അതുകൊണ്ടല്ലേ പൗലോസ് ചോദിക്കുന്നത്, നമുക്ക് യേശുക്രിസ്തുവിന്റെ കൂടെ നൽകാൻ കാരുണ്യം കാണിക്കവൻ അവനോട് കൂടെ സമസ്തവും നൽകത്തല്ലേ? കൈ അടിച്ച് കർത്താവ്. പക്ഷേ എല്ലാത്തിനും റൈറ്റ് ഓഫ്. അതായത് നീ ഒരു പാപാവസ്ഥയിലാണ് ഇവിടെ ഇരിക്കണമെന്നുണ്ടെങ്കിലും, നീ പ്രാർത്ഥിക്കുന്ന ജോലിക്ക് വേണ്ടിയാണോ, എന്നെ ഈ സമയത്ത് ശ്രമിക്കുന്ന ആരായാലും ശരി, അവൻ ഏത് പാപാവസ്ഥയിലാണ് ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കണാലും ശരി, അവന് ജോലിക്ക് വേണ്ടിയാണോ, പ്രൊമോഷന് വേണ്ടിയാണോ, അവൻ്റെ ജീവിതത്തിൽ വന്നിരിക്കുന്ന വലിയൊരു സാമ്പത്തിക ബാധ്യത വിടുതലിന് വേണ്ടിയാണോ, ആ രോഗത്തിൻ്റെ സൗഖ്യത്തിന് വേണ്ടിയാണോ എന്നാണോ പ്രാർത്ഥിക്കുന്നത്, ആ പ്രാർത്ഥനയുടെ ഉത്തരം നിൻ്റെ പാപാവസ്ഥയെ ബാധിക്കുന്നില്ല. യജമാനൻ നിന്നോട് കാരുണ്യം കാണിക്കാൻ പോകുന്നതാണ്. പക്ഷേ യജമാനൻ കാരുണ്യം കാണിച്ചുകൊണ്ട് അപ്പം നീ അനുഭവിക്കുന്ന, ഈ നിമിഷം നീ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും കർത്താവ് നിനക്ക് വിടുതൽ നൽകാൻ പോവുകയാണ്. സ്തുതിയുടെ ഹല്ലേലൂയ. പക്ഷേ അച്ഛൻ മുമ്പ് പറഞ്ഞില്ലേ അടയാളം കിട്ടുന്ന അപകടമാണെന്ന്? അടയാളം കിട്ടുന്ന അപകടമാണെന്ന് പറഞ്ഞില്ലേ? അതിൻ്റെ കാര്യം അതായത് ഇപ്പോഴും നിന്നെ ഭൗതികമായ ദൈവം അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ പിന്നെ ബോൾ നമ്മുടെ കോർട്ടിലാണ്. അതാ കാര്യം. നമ്മൾക്ക് കിട്ടിയ കാരുണ്യം നമ്മൾ മറ്റുള്ളവർക്ക് കൈമാറ്റം ചെയ്യണം, നമ്മൾ ക്രമീകരിക്കണമെന്ന്. കാര്യം കിട്ടിയ അനുഗ്രഹം നിലനിൽക്കണ്ടേ? ഇയാളെന്താ ചെയ്തിരിക്കണത്? ഈ കഥയിലെ യജമാൻ്റെ സേവകൻ എന്താ ചെയ്തത്? സേവകൻ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ തനിക്ക് 100 ദിനാർ തരാനുള്ള ഒരാളെ കണ്ടുമുട്ടി, സഹപ്രവർത്തകരെ കണ്ടുമുട്ടി. അപ്പോഴേ പറഞ്ഞ് കാശറാവുന്നത്. അപ്പോൾ പറഞ്ഞ് ഞാൻ നിത്യപട്ടണിക്കാരനാണ്, ഇന്ന് അത്താഴത്ത് ജൈവോലി എവിടുന്ന് മേടിക്കണമെന്ന് അറിയാൻ പാടില്ല, നടക്കണമെന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ കഴുത്ത് പിടിച്ച് ഇവൻ ഞെരുക്കി ഒടിച്ച് കളഞ്ഞു. അല്ല, എന്നിട്ട് അവനെ കൊണ്ടുപോയി കൊട്ടേഷൻ ഗ്രൂപ്പിനെ ഏൽപ്പിച്ചിട്ട് കാരാഗ്രഹത്തിലാക്കി. 10,000 താലന്ത് ഇളവ് ലഭിച്ചവനാണ് 100 ദിനാറക്കാരനെ കൊല്ലാൻ പിടിച്ചത്, ഇല്ലേ? അപ്പോഴേ സംഭവിച്ചതെല്ലാം കണ്ട ഭൃത്യന്മാർ വന്നിട്ട് യജമാനോട് സങ്കടം പറഞ്ഞ്, അങ്ങ് 10,000 താലന്ത് ഇളവ് ചെയ്ത് കൊടുത്തവനാ, അവൻ 10,000 താലന്ത് ഇളവ് ചെയ്ത് കൊടുത്തവനാണ്. അപ്പോൾ അതായത് ദൈവത്തിൻ്റെ ആദ്യത്തെ ഇളവിന് നിൻ്റെ പാപാവസ്ഥ ഒരു തടസ്സമല്ല. അച്ഛൻ പറഞ്ഞ മനസ്സിലായില്ലേ? കാര്യം ഇന്ന് ആദ്യം വരുന്നവരെ ഉദ്ദേശിച്ചാണ് കർത്താവ് ഇത് പറയണത്. നീ ചിലപ്പോൾ കുമ്പസാരിച്ചിട്ട് 3 കൊല്ലമായി കാണും. ഇപ്പം തന്നെ പറഞ്ഞില്ലേ 28 കൊല്ലമായി കുമ്പസാരിക്കാത്ത ആൾ കുമ്പസാരിച്ചെന്ന് പറഞ്ഞില്ലേ ഉടമ്പടി ചെയ്തപ്പോഴേ? ആ 28 കൊല്ലം കുമ്പസാരിക്കാത്ത ആളാണ് ഇവിടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ അവനെ കർത്താവ് വെറും കയ്യെ വിടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല, അവൻ അനുഗ്രഹിക്കും. ആദ്യത്തെ ഇളവ് ദൈവം ചെയ്യും. ആദ്യത്തെ ഇളവ് ദൈവം ചെയ്തു കഴിഞ്ഞാൽ, അടയാളം കിട്ടിക്കഴിഞ്ഞാൽ, അനുഗ്രഹം പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് നിലനിൽക്കണ്ടേ? നിലനിൽക്കണത് നമ്മളെ വിശുദ്ധിയിലേക്ക് വരുമ്പോഴാണ്. ഇപ്പോൾ ആ 100 ദിനാറുള്ള ആൾക്കാരെ കണ്ടുപിടിച്ചില്ലേ? ആ 100 ദിനാർ തരാനുള്ള ആൾക്കാരുടെ കഴുത്ത് ഈ ഇത്രയും വലിയ ഇളവ് ജീവിതം കഴുത്ത് പിടിച്ച് കണ്ടിച്ചില്ലേ?
അവനെ കൊണ്ട് കാരാഗ്രഹത്തിൽ ഇട്ടില്ലേ. അപ്പം മറ്റു ഭൃത്യന്മാർക്ക് സങ്കടം വന്നില്ലേ? അവർ യജമാനോട് ചെന്ന് പറഞ്ഞില്ലേ? യജമാൻ ഉടനെ ഇവനെ വിളിപ്പിച്ചു. അവനെന്താ വിളിച്ചത്? ദുഷ്ടഭൃത്യ, 10,000 താലന്ത് എനിക്ക് ഇളവ് ചെയ്ത് തന്നതല്ലേ, ഞാൻ നിന്നോട് കരുണ കാണിച്ചില്ലേ, അതുപോലെ നീ നിൻ്റെ സഹഭൃത്തിനോട് കരുണ കാണിക്കേണ്ടതായിരുന്നില്ലേ? അതായത് നമ്മുടെ അടുത്ത സെക്കൻഡ് ആക്ഷൻ, ആദ്യത്തെ ആക്ഷൻ ദൈവം ചെയ്യും, പിന്നെ അത് നിലനിൽക്കണ്ടേ? അവനത് ചെയ്തില്ലല്ലോ. ചെയ്യാത്ത കൊണ്ട് എന്ത് പറ്റി? അവന് നേരത്തെ കൊടുത്ത ആനുകൂല്യം തിരിച്ചെടുത്തിട്ട് ഇവനെ മർദ്ദകന്മാർക്ക് ഏൽപ്പിച്ചെന്ന വചനത്തിൽ കിടക്കുന്നത്. മർദ്ദകന്മാർക്ക്, അതായത് ഈ മനുഷ്യന് 10,000 താലന്ത് ആനുകൂല്യം, അനുഗ്രഹം കിട്ടി, അടയാളം കിട്ടി, ഉടമ്പടിയുടെ പ്രത്യക്ഷ പ്രാർത്ഥനയിലൂടെ സാക്ഷ്യം പറഞ്ഞ മക്കള് സാക്ഷ്യത്തിൻ്റെ സാന്നിധ്യമായി, ദൈവത്തിൻ്റെ വക്താക്കളായി, ദൈവയുടെ പ്രചാരകരായി, സുവിശേഷത്തിന്റെ സാക്ഷികളായി അനേകം മക്കൾ കർത്താവിന് കൊടുക്കാൻ തീരുമാനമെടുക്കട്ടെ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, നമുക്ക് അനുഗ്രഹം ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ മേലേന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ താഴേക്ക് നമ്മൾ കൈമാറണം എന്നതിൻ്റെ അർത്ഥം ഇല്ലേ? മേലേന്ന് നമുക്ക് കാരുണ്യം കിട്ടിയാൽ, അതുകൊണ്ടാണ് മത്തായി 21:31 പറയണത്. അല്ല 18:31 എന്താണ്? ഞാൻ നിന്നോട് കാരുണ്യം കാണിച്ചതുപോലെ നീ നിൻ്റെ സഹഭൃത്തിനോട് കാരുണ്യം കാണിക്കേണ്ടേയില്ലേ? അപ്പം നിൻ്റെ കീഴിലുള്ള ചിലപ്പോൾ വൈഫാകാം, ചിലപ്പോൾ മക്കളാകാം, അല്ലേ? ചിലപ്പോൾ അധ്യാപകരാണെങ്കിൽ കുട്ടികളാകാം, അല്ലെങ്കിൽ കടങ്ങൾ തരാനുള്ള, നമുക്ക് കടം തരാനുള്ള വ്യക്തികളാകാം, അല്ലെങ്കിൽ നമ്മൾ നമുക്ക് തരാനുള്ള വ്യക്തികളാകാം. ആരാണ് നിന്നെ പേടിക്കണത്? ആരാണ് നീ നിന്ന് കണ്ണുരുട്ടിയാൽ സങ്കടപ്പെടുന്നത്? ആരാണ് നിന്റെ സാന്നിധ്യത്തിൽ പ്രഷർ കൂടുന്നവരെ? ദയവായി അവരോട് കാരുണ്യം കാണിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കട്ടെ. അതിനുള്ള അനുഗ്രഹത്തിന് വേണ്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ എന്ന് വിളിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. ആദ്യ അനുഗ്രഹം കിട്ടിയാൽ അടുത്ത സെക്കൻഡ് നമ്മുടെ സ്റ്റെപ്പാ എന്താണ്? അനുതാപം. അത് ഞാൻ പറഞ്ഞ ചില സാഹചര്യങ്ങളിൽ ചില സമയത്ത് ആദ്യം അനുതാപവും പിന്നെ അനുഗ്രഹവും വരും. ഐസയാ 18:1 എന്താ പറയണ? 1:18 അല്ല, ഐസയാ 1:18 അനുഗ്രഹിച്ചാൽ നീ അനുതപിച്ചാൽ നീ അനുഗ്രഹം പ്രാപിക്കും ഇല്ലേ? അത് നമുക്ക് ജനറലൈസ് ചെയ്തിട്ട് എല്ലാവർക്കും അനുതപിച്ചാലേ അനുഗ്രഹം കിട്ടുമെന്നുള്ളതല്ല, മറിച്ച് ആദ്യം നീ അനുഗ്രഹം പ്രാപിക്കുക, രണ്ടാമത് നീ അനുതപിക്കുക. അപ്പോൾ ഇന്ന് ആദ്യം വന്നിരിക്കുന്ന മക്കളോടാണ് ഇപ്പോൾ കർത്താവ് ആദ്യം സംസാരിക്കുന്നത്. ആദ്യം നീ അനുഗ്രഹം പ്രാപിക്കാൻ പോവുകയാണ്. അനുഗ്രഹം പ്രാപിച്ച ദൈവവേദലെ അനുഗ്രഹം കൊണ്ട് ഓടിക്കളഞ്ഞേക്കരുത്, മറിച്ച് എന്താണ്? അനുഗ്രഹം കൊണ്ട് നീ ആത്മാവിനെ നേടണം. കാരുണ്യത്തിനിപ്പോൾ നീ കപ്പം കൊടുക്കണ്ട. പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കും. പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കാൻ പോവുകയാണ്. കപ്പം കൊടുക്കാത്ത കാരുണ്യം നിനക്ക് ലഭിക്കാൻ പോവുകയാണ്. നിനക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നീയും നിൻ്റെ സഹപ്രത്യനോട് മറ്റുള്ളവരോട് കണ്ണ കാണിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പൈതലായി ജീവിക്കാമെന്ന് പ്രതിജ്ഞയെടുക്കട്ടെ. സ്തുതിയുടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഈശോയെ, ഞങ്ങളൊക്കെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, സ്തുതിയുടെ ഹല്ലേലൂയ. അഭിഷേക വചനങ്ങളാൽ ശക്തിപ്പെടുത്തലോട് സ്തുതിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. നമ്മള് കുറച്ച് കൂടെ ദൈവത്തിൽ വളർന്നു വരത്തില്ലേ? ഓരോ സുവിശേഷ വേല കഴിയുമ്പോഴും നമ്മൾ ദൈവത്തിൽ വളരുകയല്ലേ ഇല്ലേ? ഈശോ തന്നെ എന്താ പറഞ്ഞത്? പെർഫെക്റ്റ് ആസ് യുവർ ഹെവൻലി ഫാദർ ഈസ് പെർഫെക്റ്റ്. കർത്താവിൻ്റെ ഒരു ലക്ഷ്യമുണ്ട്. മത്തായിയുടെ സുവിശേഷം 5:48 ലക്ഷ്യം, എൻ്റെ സ്വർഗ്ഗസ്ഥനായ പിതാവ് പരിപൂർണരായിരിക്കുന്ന പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവാൻ. അല്ലേ? എന്തെങ്കിലും അങ്ങനെ ജീവിക്കാൻ പറ്റുമോ? നമ്മൾ ഓരോ ദിവസവും ദൈവത്തിലേക്ക് പരിപൂർണത പ്രാപിച്ചുകൊണ്ടിരിക്കാനുള്ളതാണ് ദൈവത്തിൻ്റെ തിരുമനസ്. അങ്ങനെ പരിപൂർണതയുടെ ഭാഗമായിട്ട് നമ്മളെ ദൈവം പരിപൂർണത പ്രവർത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചില സമയത്ത് മാസങ്ങളോളം നമ്മുടെ പ്രാർത്ഥന കേൾക്കാതെ ഇരിക്കുകയും ചെയ്യാം. അതും ദൈവവേദന അറിയണം. പക്ഷേ ആദ്യത്തെ അടിസ്ഥാനമായിട്ടുള്ള ആദ്യ ദൈവവേദനല്ല, കുറച്ച് വളർന്ന സഹോദരങ്ങൾക്ക് ചില പ്രാർത്ഥനകൾ കേൾക്കാൻ കുറേ താമസം വരുന്നുണ്ട്. അപ്പോൾ ദീർഘശാന്തത പാലിക്കണം. ശരിക്കും
കുറച്ച് വളർന്ന സഹോദരൻ, നമുക്കറിയാം വളർന്ന് നമ്മൾ ഇവിടം വരെ പോകും. വളർന്ന് കർത്താവിൻ്റെ മഴുത്തട്ട് വരെ നമ്മൾ ചെല്ലും. ശരിക്കും ദൈവത്തിന് ദൈവം വളർത്തുന്ന ഭൂമിയിലല്ലാതെ വേറെ എവിടെ വെച്ച് വളർത്താനാ? അപ്പം അങ്ങനെ വളർന്നു വരുന്ന ദൈവവേദങ്ങൾക്ക് ചില സമയത്ത് വിശ്വാസം നല്ല വിശ്വാസം, നല്ല പ്രത്യാശ, നല്ല ദൈവസ്നേഹമുള്ളവർക്ക് പക്ഷേ ഇങ്ങനെ അനുഗ്രഹം താമസിച്ചാലും അവരത് ഏക്കത്തില്ല. ഇപ്പം ഐസയ്യായുടെ 43:2 എന്താ പറയണത്? അഗ്നിയിലൂടെ നടക്കും, പക്ഷെ അഗ്നി നിന്നെ വിഴുങ്ങത്തില്ല, വിഴുങ്ങിയതായിട്ട് നിനക്ക് തോന്നത്തില്ല. അതെന്തുകൊണ്ടാ? അഗ്നിയിലൂടെ നമ്മൾ നടക്കുമ്പോഴും അഗ്നി വിഴുങ്ങാത്തതായിട്ട് തോന്നാത്ത കാര്യം എന്താണ്? ദൈവത്തിൻ്റെ സ്നേഹം നിറഞ്ഞ വ്യക്തികൾ, ദൈവത്തിൻ്റെ പ്രത്യാശ നിറഞ്ഞ വ്യക്തികൾ, ദൈവത്തിൻ്റെ വിശ്വാസം നിറഞ്ഞ വ്യക്തികൾക്ക് ഒരു സഹനത്തിൻ്റെ ആഘാതങ്ങളും ഹൃദയത്തിലിട്ട് ഏറ്റതായിട്ട് തോന്നത്തില്ല. കാരണം എന്താ? അവിടെ ഹൃദയത്തിൽ ജ്വലിക്കുന്ന ദൈവസ്നേഹമാണ് എല്ലാത്തിനെയും അതിജീവിക്കണതെന്നാണ് 2 Corinthians 13:7. സ്നേഹം എല്ലാത്തിനെയും അതിജീവിക്കുന്നു. കർത്താവേ, എല്ലാ സഹനങ്ങളെയും സകല സാഹചര്യങ്ങളെയും പ്രാർത്ഥന കേൾക്കാത്ത സാഹചര്യങ്ങളെല്ലാം അതിജീവിക്കാനുള്ള സ്നേഹത്താൽ അഭിഷേകം ചെയ്യണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഈശോയെ, സ്നേഹത്താൽ ഞങ്ങളെ അതിജീവിക്കുന്ന സ്നേഹത്തിന്റെ ശക്തിയാൽ ഞങ്ങൾ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ചിലരുടെ ദൈവം അഡീഷണൽ സഫറിങ് ഉണ്ടാകും, ചിലർക്ക് കാരണമൊന്നുമില്ല. ഇപ്പം നമ്മൾ തന്നെ മനസ്സിൽ ചിന്തിക്കും, ദൈവമേ, ഞാൻ ഉടമ്പടി പ്രാർത്ഥന ചെയ്തിരിക്കുന്നു, പ്രത്യക്ഷ പ്രാർത്ഥന ചെയ്തിരിക്കുന്നു, ഞാൻ പ്രാർത്ഥന മുടക്കണില്ല, എന്നിട്ടും ചില കാര്യങ്ങൾ കർത്താവേ. അപ്പം ചിലരെന്താ പ്രാർത്ഥിക്കണമെന്നറിയാമോ? ചിലരെന്താണ് പ്രാർത്ഥിക്കണമെന്നറിയാമോ? ഇപ്പോൾ കുടുംബ പ്രാർത്ഥന പോലും ചെല്ലുന്നവരുടെ ഉള്ളിൽ ഒരു ചിന്തയുണ്ട്. എന്താണ്? പ്രാർത്ഥിച്ചില്ലെങ്കിൽ നാളെ പട്ടി കടിക്കുമെന്ന്. അദ്ദേഹം പ്രാർത്ഥിക്കട്ടെ, വരെ ഇടിവെട്ടിൻ്റെ സമയമാണ്, വരെ ഇടിവെട്ടി നമ്മുടെ വീട്ടിൽ ഇടിവെട്ട് കൊള്ളട്ടെ, പ്രാർത്ഥിക്കുന്നു പറയും. ഈ പ്രാർത്ഥിക്കുന്ന 50% ഉള്ളിലിരിക്കണത് പ്രാർത്ഥിച്ചില്ലേ നമുക്കിവിടെ പണി കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ പണി പേടിച്ച് പ്രാർത്ഥിക്കുന്ന ആൾക്കാർ അതാണ് ചിന്തിക്കണമെന്ന്. നമ്മൾ പ്രാർത്ഥിക്കണത് ദൈവത്തിൽ നിന്ന് പ്രാർത്ഥിച്ചില്ലെങ്കിൽ നമുക്ക് ദൈവത്തിൽ നിന്നൊരു ശിക്ഷ കിട്ടുമെന്നുള്ള ചിന്തയിലാണ് നീ പ്രാർത്ഥിക്കണമെങ്കിൽ നീ വളരെ കുറഞ്ഞ നിലവാരമുള്ള വിശ്വാസിയാണ്. പ്രാർത്ഥിക്കണത് എന്തിനാ? ദൈവത്തോട് സ്നേഹമുള്ളത് കൊണ്ടാണ് പ്രാർത്ഥിക്കണത്. ദൈവത്തോട് സ്നേഹമുള്ളത് കൊണ്ടാണ് പ്രാർത്ഥിക്കണത്. ഇപ്പം നമ്മൾ യോഹന്നാൻ്റെ, അതായത് നമ്മളോട് തന്നെ, നമ്മളൊരു പാപാവസ്ഥയിലാണെങ്കിൽ പോലും ദൈവം നമ്മളെ അനുഗ്രഹിക്കണ എന്താ കാര്യം? നമ്മളോട് ദൈവത്തിന് സ്നേഹമുള്ളത് കൊണ്ടാണ്, അല്ലേ? ഇപ്പം പത്രോസിനോട് ഈശോ പറഞ്ഞില്ലേ, സമർത്ഥമായ മത്സ്യവിള കിട്ടിക്കഴിഞ്ഞപ്പോൾ 2 വള്ളങ്ങളും മുങ്ങാറാവുകളും നിറച്ച് കഴിഞ്ഞപ്പോൾ പത്രോസ് കർത്താവിൻ്റെ കാലിൽ കെട്ടി വീണിട്ട് എന്നാ പറഞ്ഞത്? ഞാൻ പാപിയാണ് കർത്താവേ, എന്നിൽ നിന്ന് അകന്നു പോകണമേ. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? അവൻ ലൂക്കായുടെ സുവിശേഷം 5:7 അവൻ്റെ പാപാവസ്ഥയിലായിരുന്ന സമയത്താണ് അവന് സമർത്ഥമായ മത്സ്യവിള കിട്ടിയത്, ഇല്ലേ? നിനക്ക് ജോലി കിട്ടണതിന്, നിൻ്റെ സമ്പത്ത് പെരുകണതിന്, നിൻ്റെ കുടുംബത്തിൽ ഭൗതികമായ ഐശ്വര്യങ്ങൾ ഉണ്ടാകണതിന് നിൻ്റെ പാപാവസ്ഥ ഒരു കാരണമല്ല. കാര്യം പത്രോസ് പാപിയായിരുന്നെന്ന് അദ്ദേഹം തന്നെ മത്സ്യവിള കിട്ടിക്കഴിഞ്ഞാണ് മനുഷ്യൻ പറയണത്, ഞാൻ പാപിയാണ്, എന്നിൽ നിന്ന് അകന്നു പോകണേ എന്നല്ലേ. എൻ്റെ അർത്ഥം എന്താ? ഈ മത്സ്യക്കൊയ്ത്ത് കിട്ടണ മുമ്പ് അദ്ദേഹം പാപിയായിരുന്നു, ഇപ്പോഴും അദ്ദേഹം പാപിയാണ്. പക്ഷേ അദ്ദേഹത്തെ കർത്താവ് അദ്ദേഹത്തെ അനുഗ്രഹിച്ചിട്ടുണ്ട്. ദൈവത്തിലെ ഞാൻ എന്തിനാണ് ഇങ്ങനെ പറയണമെന്നറിയാവോ? എന്തിനാണ് പറയണത്? അതായത് കുറേ അധികം മക്കൾ പ്രാർത്ഥനയിൽ താഴെ പോയിട്ടുണ്ട്. താഴെ പോകേണ്ട കാരണം അവർക്ക് തെറ്റായ ബോധ്യമാണ്. അതായത് അവർക്ക് ഭൗതിക അനുഗ്രഹം കിട്ടാത്തതിൻ്റെ കാരണം അവിടെ പാപാവസ്ഥയാണെന്നാണ്. കാര്യം പാപാവസ്ഥ എന്ന് പറയുന്നത് ആത്മീയ നിലവാരമാണ്. ആധ്യാത്മിക നിലവാരം നിത്യതയുമായിട്ടാണ് കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നത്. മനസ്സിലായ? അതുകൊണ്ടാണ് ഇങ്ങനെ നിങ്ങൾ ലോകത്തേക്ക് നോക്കിക്കേ, ദുഷ്ടൻ്റെ മേലും ശിഷ്ടൻ്റെ മേലും അവൾ മഴ പെയ്യിക്കുന്നു, നീതിമാന്മാരുടെയും നീതിരഹിതയുടെയും മേൽ തൻ്റെ വെയിലുദിപ്പിക്കുന്നു. എന്തിനാണെന്നറിയാവോ? പക്ഷേ നമ്മുടെ ഇന്നത്തെ കർത്താവ് സുവിശേഷം ഭയങ്കര കൃത്യമാണ്. കാര്യം ഒരിക്കലും ഈ അനുഗ്രഹം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തെ ഓർത്ത് ജീവിക്കണം, ദൈവത്തെ അറിഞ്ഞ് ജീവിക്കണം, അല്ലേ? ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ കുടുംബത്തിൽ നിന്ന് പോകല്ലേ എന്നുള്ള ചിന്തയോടുകൂടി ജീവിക്കണം. സുഖിട ഹല്ലേലൂയ,
അപ്പം ചില സമയത്ത് ഇങ്ങനെ നിലവാരമുള്ള ദൈവ പൈതലാണ് നീയെങ്കിൽ നിൻ്റെ പ്രാർത്ഥന ചില സമയത്ത് ഇങ്ങനെ കുറച്ച് താമസിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ താമസിക്കുന്ന കാലഘട്ടത്തിനുള്ളിൽ നിൻ്റെ ആത്മാവിനെ ദൈവം പുണ്യപൂർണ്ണമാക്കും, വിശ്വാസം കൊണ്ട്, പ്രത്യാശ കൊണ്ട്, ദൈവസ്നേഹം കൊണ്ട്. അപ്പോൾ ആത്മാവിനെ പുണ്യപൂർണ്ണമാക്കുന്നൊരു സമയമാണെന്നാണ് ദൈവപൈതൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം താമസിക്കുമ്പോൾ അറിയേണ്ടത്. അറിഞ്ഞിട്ട് അമ്മയെപ്പോലെ ഹൃദയത്തിൽ സംഗ്രഹിക്കണം. ഹൃദയത്തിൽ സംഗ്രഹിച്ച് അതേക്കുറിച്ച് ചിന്തിക്കണം. ചില സമയത്ത് അമ്മയോടൊക്കെ ദൈവം കാണിച്ചിരിക്കണത് എന്താ? അതായത് അൺജസ്റ്റ് കോസ, അതായത് ഒരു കാരണവശാലും നീതീകരിക്കാൻ പറ്റാത്ത സഹനങ്ങൾ, ഒരു കാരണവശാലും നീതീകരിക്കാൻ പറ്റാത്ത സഹനങ്ങൾ അമ്മയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. ചില സമയത്ത് ഇതുപോലെ ശ്രദ്ധിക്കട്ടെ മക്കളെ. യേശു വിശ്വാസം. ഹല്ലേലൂയ. അതായത് അഡീഷണൽ സഫറിങ് വരും. ഇപ്പം നിങ്ങൾ അഡീഷണൽ സഫറിങ്ങിലിരിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കണം. അഡീഷണൽ സഫറിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? കേവലമായ ഇപ്പം നിൻ്റെ ഒക്കെ എന്തെങ്കിലും അസുഖം വന്നിരിക്കണം വിചാരിച്ചു, അല്ലെങ്കിൽ നിന്റെ കുടുംബത്തിൽ വേറെ നിൻ്റെ മകളെ, നിൻ്റെ ഭർത്താവിന് രോഗമാണ്. ആ ഭർത്താവിന് രോഗമായിരിക്കുന്ന സമയത്താണ് നിൻ്റെ മകള്, കല്യാണം കെട്ടിച്ചു വിട്ട മകള് അവിടെ വഴക്കുണ്ടാക്കി വീട്ടിൽ വന്നിരിക്കുന്നത്. അപ്പോൾ രണ്ട് ഡബിളായിട്ട് വരുന്നില്ലേ, രണ്ട് കഷ്ടപ്പാട് ഒരുമിച്ച് വരുന്നില്ലേ? അഡീഷണൽ സഫറിങ് എന്ന് പറയും. അഡീഷണൽ സഫറിങ് എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ വളരെ കരുതലുള്ള ദൈവപൈതൽ അത് അഡീഷണൽ സഫറിങ് വന്നാൽ നമ്മൾ രക്ഷപ്പെടും. എന്താ കാര്യത്തിൽ ഈ എന്തുകൊണ്ടാണ് നമ്മൾ ഉടമ്പടി പ്രാർത്ഥനയുടെ ഒരു ഭാഗമാണ് ആദ്യ ചൊവ്വാഴ്ച പ്രാർത്ഥനയും മൂന്നാം ചൊവ്വാഴ്ച പ്രാർത്ഥനയും അതുപോലെ തന്നെ ആദ്യ ഞായറാഴ്ച പ്രാർത്ഥനയും. കാര്യം എന്ന് വെച്ചാൽ വ്യത്യസ്തമായ ജീവിത നിലവാര അനുഭവ തലങ്ങളിൽ ഇരിക്കുന്നവരെ കർത്താവിൻ്റെ പദ്ധതി അറിയണം. ഇപ്പോൾ ഈശോ എന്നാ പറയണത്? അഡീഷണൽ സഫറിങ്, അതായത് ഒരു സഹനം ഉള്ളപ്പോൾ തന്നെ മറ്റൊരു സഹനം അതിൻ്റെ കൂടെ വരികയാണെങ്കിൽ അതും അമ്മമാതാവിന് കിട്ടിയ സഹനങ്ങളാണ് ശരിക്കും. ഒന്നാമത് ഗർഭിണി, രണ്ടാമത്തത് വീട്ടിൽ നിന്ന് പോരുകയും ചെയ്ത് ഇല്ലേ? ഒന്നാമത്തെ ഗർഭിണി പ്രസവ സമയമായപ്പോൾ തന്നെ കനേഷുമാരിയെന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് പോരേണ്ടി വന്നു. അഡീഷണൽ സഫറിങ് വന്നില്ലേ? ആവശ്യത്തിനൊരു സഫറിങ് ഉണ്ട്. സ്ത്രീയുടെ പ്രസവകാലം വന്നിവിടെ അതിൻ്റെ കൂടെ കനേഷുമാരി വന്നപ്പോൾ ബത്ലഹേമിൽ നിന്ന്, നസ്രത്തിൽ നിന്ന് ബത്ലഹേമിലേക്ക് വരികയാണ് ചെയ്യണത്. അപ്പോൾ അഡീഷണൽ സഫറിങ് ആയി. അഡീഷണൽ സഫറിങ് ഫോർ അൺജസ്റ്റ് കോസ്. ഒരു കാരണവും ഉണ്ടാകത്തില്ല, പ്രത്യേകിച്ചൊരു കാരണമില്ലാതെ ഡബിൾ ആയിട്ടുള്ള ഭാരങ്ങൾ കയറി വരും. ദൈവവേദനെ ശ്രദ്ധിക്കണേ. ആർക്കെങ്കിലും പ്രത്യേകിച്ചൊരു കാരണവുമില്ലാതെ അഡീഷണൽ ആയിട്ടുള്ള സഫറിങ്, പ്രയാസങ്ങൾ വരുന്നുണ്ടെങ്കിൽ എൻ്റെ മക്കളോട് ഞാൻ പറയുന്നു, നിങ്ങൾ ഉടമ്പടി ചെയ്ത് പ്രാർത്ഥിച്ച് മൗനമായിരിക്കണം. മാതാവിനെ പോലെ ഹൃദയത്തെ സംഗ്രഹിക്കേണ്ടതാണ്. എന്താ കാര്യം എന്നറിയാവോ? അങ്ങനെ വരുന്നത് ദൈവദാസനോടാണ്. അവൻ സഹിക്കേണ്ടത്, അവൻ കഷ്ടപ്പെടേണ്ടത് കർത്താവിൻ്റെ ഇഷ്ടമായിരുന്നു പറഞ്ഞൊരു വചനമുണ്ട്. ഐസയായിലെ വചനം, ഐസയ 53:9 അവൻ കഷ്ടപ്പെടേണ്ടത് കർത്താവിൻ്റെ ഇഷ്ടമായിരുന്നെന്ന്. അതായത് ചില അഡീഷണൽ സഫറിങ് വരണത് നീ ദൈവപൈതലായി കഴിയുമ്പോൾ കർത്താവിൻ്റെ ഇഷ്ടമായിട്ട് വരും. അത് എല്ലാവരോടും ഇല്ല, സഹനദാസന്മാരുടെ ഉള്ളത്. അതായത് നീ ഒരു അതായത് അഡീഷണൽ സഫറിങ് വരികയും രണ്ട് സഫറിങ് ഒരുമിച്ച് വരികയും അതിന് പ്രത്യേക കാരണമൊന്നുമില്ലാതെ നീ വേദനിക്കുകയും മറ്റുള്ള നിന്നെ കൈ ചൂണ്ടുകയും ചെയ്യുമ്പോൾ ഓർക്കുക, അതിലും ദൈവം അറിയാതെ ഒന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല. പക്ഷേ ഇങ്ങനെ ഡബിൾ അടിച്ച് സങ്കടം വരുമ്പോൾ എപ്പോഴും രക്ഷാകരമായ മൂല്യം ഉണ്ടാകും. അതിന് ഡബിൾ അടിച്ച് സങ്കടം വരത്തില്ലേ? ഡബിളോ ത്രിബിളോ സങ്കടം വരുമ്പോൾ ഓർക്കുക, ഇതിന് നീ ഇപ്പം അമ്മ മാതാവും സഹനദാസൻ ഈശോയാണ്. പക്ഷേ അമ്മ മാതാവിൻ്റെ ജീവിതം നോക്കുമ്പോൾ അവൻ തൻ്റെ ജനങ്ങളിൽ നിന്ന് മാറ്റപ്പെട്ടു വന്ന് ഐസയ 53:10 എഴുതിയിട്ടുണ്ട്. അമ്മക്കും അതല്ലേ സംഭവിച്ചത്? അമ്മയും യോവാക്കിൻ്റെ അപ്പൻ്റെ കൂടെയും അന്നാമ്മയുടെ കൂടെയും കുടുംബത്തിൽ സമാധാനത്തിൽ പ്രസവിക്കേണ്ട ആളല്ലേ? അവളെന്തുകൊണ്ടാണ് സ്വന്തം ജനങ്ങളുടെ ഇടയിൽ നീ കനേഷുമാരി പ്രമാണിച്ച് മാറ്റപ്പെടേണ്ടി വന്നത്?
എങ്ങനെയാണ് യേശു ക്രിസ്തുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്? അവൻ്റെ ജനങ്ങളിൽ നിന്ന് അവൻ മാറ്റപ്പെടേണ്ടി വരുമ്പോൾ അതെല്ലാം സകലദാസ രക്ഷണമാണ്. എല്ലാ സകലദാസനെല്ലാം ലോകത്തിൻ്റെ രക്ഷകനാണെങ്കിൽ സകലദാസി ലോകത്തിൻ്റെ സകരക്ഷകയാണ്. അമ്മ സകരക്ഷകയാണ്. കൈ അടിച്ച് കർത്താവ് ദൈവവേദന എന്തുകൊണ്ടാണ് അമ്മ സകരക്ഷകയാണെന്ന് പറഞ്ഞെന്നറിയാവോ? അതായത് അഡീഷണൽ സഫറിങ് വരുമ്പോൾ നമ്മളും ദൈവവേദലും സകരക്ഷകരായി മാറും. എങ്ങനെയാണ്? നമ്മൾക്ക് എന്തെങ്കിലും ഇപ്പം നമ്മൾക്ക് ഒരു ലക്ഷ്യമുണ്ട്, കർത്താവിനെ അറിയിക്കണം, അറിഞ്ഞവരെ ആഴപ്പെടുത്തണം, അങ്ങനെ എല്ലാവരും രക്ഷ പ്രാപിക്കണം, എല്ലാവർക്കും നിത്യജീവൻ ലഭിക്കണം, എല്ലാവരും ദൈവമഹത്വത്തിൽ എത്തിച്ചേരണമെന്നുള്ള ഉദ്ദേശത്തിൽ വരുമ്പോൾ ഈ അഡീഷണൽ സഫറിങ് വരുന്നവർക്കാണ് അതിന് കൂടുതൽ ചാൻസ് ഉള്ളത്. അഡീഷണൽ സഫറിങ് വരുന്നവർ ഡബിളോ ത്രിബിളോ അടിച്ച് ഒരുമിച്ച് ഒരേ സങ്കടങ്ങൾ കയറി വരുന്നവർ നിശബ്ദമായി നിന്നുകൊണ്ട് അതിനെ ലോകത്തിൻ്റെ യേശുവിനെ ലോകം സ്വീകരിക്കാൻ വേണ്ടിയും അതുപോലെ തന്നെ യേശുവിൻ്റെ രക്തത്തെ രക്ഷിക്കപ്പെടാത്ത സഹോദരങ്ങൾക്ക് വേണ്ടിയും അവർ യേശുവിനെ കണ്ടെത്താൻ വേണ്ടിയും കാഴ്ചവെച്ച് കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. എപ്പോഴും നമുക്കറിയാവില്ല, പരിശുദ്ധാത്മ വരുന്ന സമയങ്ങളെല്ലാം എപ്പോഴും പരിശുദ്ധാത്മ വരണ എപ്പോഴാണ്? ആദിദൈവം ആകാശ ഭൂമിയെ സൃഷ്ടിച്ചപ്പോൾ ഭൂമി രൂപരഹിതമായിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് ഇടിച്ചിറങ്ങി. നിന്റെ ജീവിതം രൂപരഹിതമാകുമ്പോൾ നിന്റെ ആത്മാവിലേക്ക് വരാൻ കാലമായെന്ന് ദൈവത്തെ തിരിച്ചറിയണം. അതുപോലെ തന്നെ യേശു ക്രിസ്തു പീഡാനുഭവം എടുപ്പിച്ച ഗെത്സമനയിൽ ചോര വീർത്തപ്പോൾ പരിശുദ്ധാത്മാവ് ഇടിച്ചിറങ്ങി. യോഹന്നാന്റെ സുവിശേഷത്തിൽ 18:6 അവനെ ശക്തിപ്പെടുത്താൻ മലാഖ് വന്നു. ദൈവവേദന നീ അശക്തയായി തീരുമ്പോൾ, നീ അഡീഷണൽ സഫറിങ് കൊണ്ട് 3-4 തരം വേദനകൾ കൊണ്ട് ഒരുമിച്ച് നീ തളർന്നു പോകുമ്പോൾ പരിശുദ്ധാത്മാവ് വരാൻ, നീ ശക്തിപ്പെടാൻ, ദൈവം നിന്നെ ശക്തിപ്പെടുത്താൻ ദൈവം തീരുമാനിച്ചിരിക്കുന്നതിൻ്റെ അർത്ഥം. ഔസേപ്പിതാവ് ഉറങ്ങിയെന്നും പറഞ്ഞ് ഇപ്പോഴ് പരിശുദ്ധ പിതാവിൻ്റെ പ്രാർത്ഥനാ പുസ്തകത്തിൽ ഉറങ്ങുന്ന ഔസേപ്പിതാവ് സൂക്ഷിച്ചിട്ടുണ്ട് ഇല്ലേ? പക്ഷേ ഉറങ്ങുന്ന ഔസേപ്പിതാവ് ഇപ്പം ചർച്ചാ വിഷയമായി വരികയാണ്. കാര്യം എന്ത്? പക്ഷേ ഔസേപ്പിതാവ് എപ്പോഴാണ് ഉറങ്ങിയത്? അഡീഷണൽ സഫറിങ് വന്നപ്പോഴാണ് ഉറങ്ങിയത്. അഡീഷണൽ സഫറിങ് അല്ലേ? താൻ ജീവിത പങ്കാളിയായി സ്വീകരിക്കാൻ പോകുന്ന സ്ത്രീ മറ്റൊരു പുരുഷനെ കല്യാണം കഴിച്ചതുപോലെ തോന്നുന്ന സമയത്താണ് അവൻ്റെ ചങ്കിന് കിഴുത്ത വന്നിട്ട് അവനെന്ത് ചെയ്യും? അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ച പോലെ ഔസേപ്പിതാവ് ടെൻഷൻ അടിച്ച് ഉറങ്ങി. അപ്പോഴെന്ത് സംഭവിച്ചു? ദൈവദൂതന് വന്നെന്ന് ടെൻഷൻ അടിക്കുമ്പോൾ, ഔസേപ്പിതാവിന് ടെൻഷൻ അടിക്കുമ്പോൾ, ഈശോയ്ക്ക് ടെൻഷൻ അടിക്കുമ്പോൾ, പരിശുദ്ധ അമ്മയ്ക്ക് ദൈവദൂതനോ പരിശുദ്ധാനോ വന്നെങ്കിൽ ദൈവവേദനേ എൻ്റെയും നിൻ്റെയും ജീവിതത്തിൽ അഡീഷണൽ സഫറിങ് വരുമ്പോൾ എനിക്കും പരിശുദ്ധാത്മ അറിയാനും ദൈവത്തിൻ്റെ ദൂതനെ സന്ദർശിക്കപ്പെടാനും ദൈവത്തിൻ്റെ ദൂതരായിട്ട്, ദൈവത്തിൻ്റെ സന്ദേശവാഹകരായിട്ട്, രക്ഷയുടെ ദൗത്യവാഹകരായിട്ട് അനേകം മക്കൾ ദൈവത്തിലേക്ക് വീണ്ടെടുക്കാൻ വേണ്ടി അമ്മയെക്കുറിച്ച് എന്താ എഴുതിയിരിക്കണത്? യേശുവിനെ കുറിച്ച് എന്താ എഴുതിയിരിക്കുന്നത്? അവൻ്റെ രക്തത്തിൽ ജനിക്കാൻ പോകുന്ന ഒരു തലമുറയെ ഓർത്തുകൊണ്ട് അവൻ പ്രത്യാശ കൊണ്ടെന്ന് എഴുതിയിരിക്കണം. ഐസയ്യാ 53:10 അല്ലേ? ഓരോ സഫറിങ് കഴിയുമ്പോഴും അത് ലോകത്തിൻ്റെ ആത്മാക്കളുടെ വീണ്ടെടുപ്പിന് വേണ്ടി നമ്മൾ കാഴ്ചവെച്ച് കഴിയുമ്പോൾ നമ്മുടെ സഹനത്തിലൂടെ വലിയൊരു സമൂഹം ഇവിടെ യേശുക്രിസ്തു അറിയാൻ വേണ്ടി വരുമ്പോൾ നമ്മൾ സഹനദാസിയായി ലോകരക്ഷകരായി യേശുക്രിസ്തുവിൻ്റെ സഹരക്ഷകരായി യേശുക്രിസ്തു പരിശുദ്ധ അമ്മയുടെ സഹനദാസികളായി നമ്മളും മാറുമ്പോൾ അത് ദൈവാനുഗ്രഹമാണെന്ന് നമ്മൾ പറഞ്ഞു തരാൻ പരിശുദ്ധാത്മ വരുമ്പോൾ, ആ പരിശുദ്ധാത്മയെ കുറിച്ചാണ് ഈശോ പറഞ്ഞത്. പരിശുദ്ധാത്മ വരുമ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുമെന്ന്. ദൈവവേദന ഇതുപോലെയുള്ള ആധ്യാത്മികമായ വളർച്ചയിലെ സകല അഗ്നിപരീക്ഷകളിലെല്ലാം പരിശുദ്ധാത്മാവ് നിറഞ്ഞുകൊണ്ട് ലോകത്തിന് യേശുക്രിസ്തുവിന് വേണ്ടി ലോകത്തെ വീണ്ടെടുക്കാൻ വേണ്ടി നിനക്ക് കുടുംബത്തിൻ്റെ ജീവിതം മാത്രമല്ല, ദൈവവേദന നീ ദൈവത്തിൻ്റെ മകളാണ് ആത്യന്തികമെങ്കിൽ, നീ ദൈവത്തിൻ്റെ മകനാണ് ആത്യന്തികമെങ്കിൽ നിനക്കൊരു കുടുംബത്തെ പോറ്റി 20-70 കൊല്ലം ജീവിക്കാൻ വേണ്ടി മാത്രമുള്ള ഉത്തരവാദിത്വമല്ല ദൈവം നിനക്ക് തന്നിരിക്കുന്നത്. മറിച്ച് യേശുക്രിസ്തു വിശുദ്ധ എന്തിനു വേണ്ടിയാണ് ഭൂമിയിൽ വീണത്? ലോകത്തിന് വീണ്ടെടുപ്പിനാണെങ്കിൽ എന്നെയും നിന്നെയും കർത്താവ് അഭിഷേകം ചെയ്യുന്ന ശക്തിപ്പെട്ട സമയമാണ് അഡീഷണൽ സഫറിങ്ങിൻ്റെ ടൈം. അതുപോലെ ഇരട്ടി ദുഃഖങ്ങൾ വരുന്ന സമയം, ആ സമയങ്ങളെല്ലാം പ്രാർത്ഥിച്ച് നിലനിന്നുകൊണ്ട് ആത്മാവിനെ സ്വീകരിച്ചുകൊണ്ട് ആത്മാവിനെക്കാൾ ലോകത്തെയും വിളിപ്പിക്കുന്നതിന് വേണ്ടി, ലോകത്തെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി കർത്താവ് എന്നെ നിന്റെ സുവിശേഷത്തിലെ ഉപകരണമാക്കണമേ, അമ്മ എനിക്ക് വേണ്ടി മാറ്റി പ്രാർത്ഥിക്കണമേ, കർത്താവ് സകലദാസിയായി എന്നെ അഭിഷേകം ചെയ്തുകൊണ്ട് ലോകത്തെ രക്ഷയ്ക്ക് വേണ്ടി എന്നെ ഉപകരണമാക്കണമേ. ശ്രുതികൾ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ എന്റെ ഈശോയെ. ഞങ്ങളെ ആരാധിച്ചു വണങ്ങുന്ന കർത്താവേ, ജീവിതത്തിന്റെ ദുഃഖങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, സകലനാഥനായ ഈശോയെ ഞങ്ങളെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും നിൽക്കുക. നേർച്ച വസ്തുക്കളെ ആശീർവാദമാണ്.
പത്രങ്ങളെല്ലാം ആശീർവദിച്ചതാണ്, പക്ഷേ ദിവ്യകുർബാനയിൽ ആശീർവദിക്കുന്ന സമയമാണിത്. ദിവ്യകുർബാന കൊണ്ട് പത്രത്തെ ആശീർവദിക്കുന്ന സമയമാണ്. പത്രം വാങ്ങിക്കാത്തവർ ഇപ്പോഴും വാങ്ങിക്കേണ്ടതാണ്. കൃപാസനത്തിൽ ഏറ്റവും വലിയ നേർച്ചയാണ് പത്രം. അച്ഛനാണെങ്കിൽ പോലും എന്നെ ആരെങ്കിലും കാണാൻ വരികയാണെങ്കിൽ, ഒരു വിഷയം പറയാൻ പറയുകയാണെങ്കിൽ, ആദ്യം ഞാൻ ചോദിക്കുന്നത് ഉടമ്പടി ചെയ്തതാണെന്ന് ചോദിക്കത്തുള്ളൂ. ഉടമ്പടി ചെയ്തതാണെന്ന് പറഞ്ഞാൽ ഞാൻ ഉടനെ ചോദിക്കും, ഉടമ്പടി നിറവേറ്റിയ ആളാണോ, ഈ മാസത്തെ പത്രത്തിൻ്റെ കാർഡുണ്ടാന്ന് ചോദിക്കും. അപ്പോൾ ചിലർ പറയും ഞങ്ങൾ 10 പത്രമാണ് മേടിച്ചത്, 5 പത്രമാണ് മേടിച്ചത് എന്ന് പറയും. 5 പത്രത്തിനും കൗൺസിലിംഗ് നടക്കത്തില്ല. കൗൺസിലിംഗ് നടക്കുന്നത് ഈ ഏറ്റവും 4 പ്രാർത്ഥന കഴിഞ്ഞവർക്കാണ് 25 പത്രം എടുക്കാൻ അനുവാദമുള്ളത്. 4 പ്രാർത്ഥന കഴിഞ്ഞവർക്കാണ്. നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾ ഈ 57 സാക്ഷ്യങ്ങൾ ഇവിടെ കേട്ടല്ലേ. കഴിഞ്ഞ ഞായറാഴ്ചത്തെ സാക്ഷ്യം 40, അതിന് മുമ്പ് ആദ്യ യുവ സാക്ഷ്യം 60, ഇനി തപസ്സിൻ്റെ സാക്ഷ്യം വരുന്നു, തങ്കി സാക്ഷ്യം വരുന്നു. 170 സാക്ഷ്യമാണ് ഒരു മാസം നടക്കുന്നത്. ജനങ്ങൾ ജീവനും സ്വത്തും എല്ലാം നേടുന്ന ഒരേ ഒരു സന്നിധാനമാണ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ ദൈവമാതാവ് തിരുസേന ചെയ്യുന്ന ഉടമ്പടി പ്രാർത്ഥനയും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും. ഇതുപോലെ ജനം രക്ഷിച്ചു വരുമ്പോൾ നിങ്ങൾ ദൈവത്തിന് വേണ്ടി ഒന്നും ചെയ്യണില്ലെന്ന് ഞാൻ പറയത്തുള്ളൂ. ദൈവത്തിന് വേണ്ടി ഇത്രയും ഒന്നാമത്തിൽ ചിലർ പറയണം ഞങ്ങൾ അനുഗ്രഹിക്കട്ടെ അപ്പം ഞങ്ങൾ ചെയ്യാമെന്ന്. അതെന്ത് പറയണ പരിപാടി? എല്ലാവരും പറഞ്ഞാൽ ഞങ്ങൾ അനുഗ്രഹിക്കട്ടെ അതുപോലെ അപ്പം ഞങ്ങൾ ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ദൈവത്തെ വിശ്വാസം ഇല്ല? ദൈവത്തെ നിങ്ങൾ വിശ്വാസമില്ലേ? കർത്താവ് ഞങ്ങളെ അനുഗ്രഹിക്കണം എപ്പോഴാണ്? ഞങ്ങൾക്കറിയാം ഞങ്ങൾ അനുഗ്രഹിക്കുമെന്ന്. പക്ഷേ ഞങ്ങളിപ്പോൾ പ്രേക്ഷിത വില ചെയ്യും. ഞങ്ങൾ നിന്നെ വിശ്വാസം എടുക്കുന്നു. ദൈവത്തിൽ വിശ്വാസമില്ലാത്തവരാണ് ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ അപ്പം ഞങ്ങൾ 100 പത്രം മേടിക്കാം, അപ്പം ഞങ്ങൾ 1000 പത്രം മേടിക്കാം എന്ന് പറയുന്നത്. നോ 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 നോ. നിങ്ങൾക്ക് ദൈവത്തിന് വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ചെയ്യണത്. ദൈവത്തിന് വിശ്വാസമുള്ളവർ പറയും കർത്താവ് എന്നെ നീ അനുഗ്രഹിക്കുമെന്ന് എനിക്കറിയാം, അല്ലെങ്കിൽ നീ എന്നെ ഇവിടെ കൊണ്ടുവരത്തില്ല. അതാണ് ബുദ്ധി എന്ന് പറയുന്നത്. അമ്മമാതാവ് പ്രത്യക്ഷപ്പെട്ട് ദൈവ തിരുസന്നിധിയിൽ ആയിരങ്ങൾ സൗഖ്യം പ്രാപിക്കുകയും ശക്തിപ്പെടുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ സംവിധാനത്തിലേക്ക് നിന്നെ കൊണ്ടുവരുമ്പോൾ അപ്പം നീ അറിയണം, എത്രയോ പേര് 10,000 രോഗികളും വിഷമതകളും ഉണ്ടെങ്കിൽ നിന്നെ മാത്രം ദൈവം എന്താണ് ഈ അനുഗ്രഹ സന്നിധാനത്തേക്ക് വിളിച്ചിരിക്കുന്നത്? അപ്പോൾ എപ്പോഴായാലും നിന്നെ അനുഗ്രഹിക്കുന്ന ഉറപ്പല്ലേ? അപ്പോഴാ ഉറപ്പുള്ളത് കൊണ്ടാണ് നമ്മൾ, ആ ഉറപ്പില്ലാത്തവരാണ് 10 പത്രം 2 പത്രം, അല്ലെങ്കിൽ ഞാൻ ഈ പത്രം എനിക്ക് കണ്ണും കാണാൻ പാടില്ല, ഞാൻ ഈ പത്രം മേടിച്ചിട്ട് എന്ത് ചെയ്യാനാണെന്നൊക്കെ ചോദിക്കും. കണ്ണ് കാണാൻ പാടില്ലാത്തവർ കണ്ണോട് കാണണമെന്ന് അവർക്ക് മേടിച്ച് കൊടുത്തേക്കണം. 25 പത്രത്തിന് കുറവ് മേടിച്ചാലൊന്നും അച്ഛൻ അംഗീകരിക്കത്ത് പോലുമില്ല. കാര്യം പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഭാഗം, ഏറ്റവും കുറഞ്ഞ പ്രേക്ഷിത പ്രവർത്തനമാണ്. നമ്മൾ അളക്കുന്ന അളവ് കോൽ കൊണ്ടല്ല ദൈവം നമുക്ക് അളന്ന് തരണത്. നമ്മൾ 25 പത്രം കൊണ്ട് അളക്കണമെന്നുണ്ടെങ്കിൽ അപ്പം നിങ്ങൾ പറയും ഞങ്ങൾക്ക് അതേ പറ്റത്തുള്ളൂ കർത്താവ്. അപ്പം കാലണയില്ലാത്ത 3.25 ലക്ഷം രൂപ എങ്ങനെ ഉണ്ടാക്കി? കാലണ ഇപ്പോൾ സാക്ഷ്യം പറഞ്ഞ് നിങ്ങൾ കേട്ടില്ലേ? കാലണയില്ല, പക്ഷെ 3.25 ലക്ഷം രൂപ കർത്താവ് തന്നു. എൻ്റെ കർത്താവ് സമ്പന്നനാണ്, എനിക്ക് തരും എന്നുള്ള ബോധ്യത്തിലാണ് നമ്മൾ കർത്താവിന് വേണ്ടി ഞങ്ങൾ ഈ ഉടമ്പടി പ്രാർത്ഥന നോക്കിയപ്പോൾ 7000 പത്രം മേടിച്ച് ഫ്രീ ആയിട്ട് വിതരണം ചെയ്യണമെന്ന് ഈശോ പറഞ്ഞു. വേളാങ്കണ്ണിയിൽ വെച്ച് കൊന്തയിൽ ഇപ്പോൾ 2011 പറഞ്ഞതാണ്. അപ്പം ഞാൻ വിജയനോട് പറഞ്ഞു വിജയം നടക്കത്തില്ല, ഇത് ഭയങ്കര പാടാണ്, ഇപ്പോഴത്തെ നമ്മൾ കൃപാസനം കടത്തിലാണ് പോണത്. വിജയൻ പറഞ്ഞു കുഴപ്പമില്ല, ആദ്യത്തെ ഗഡു ഞാൻ തരാം, പിന്നെ അമ്മ തരുമെന്ന് പറഞ്ഞു. ഇത് കറക്റ്റല്ലേ സംഭവം പറഞ്ഞിരിക്കണേ? ആ 7000 പത്രം ഫ്രീ ആയിട്ട് ഞങ്ങൾ ഇവിടുന്ന് കൃപാസനത്തിന് കാശ് ഉണ്ടാക്കി കടമേടിച്ച് കൊടുത്ത് ഫ്രീ ആയിട്ട് പ്രേക്ഷിതർക്ക് പട്ടിക്കാശ് കൂടി കൊടുത്തു വിട്ടാണ് വേല ചെയ്തിരിക്കുന്നത്. എങ്ങനെയുണ്ട്? എവിടെ ചെന്ന് അവസാനിച്ചപ്പോൾ അത് പത്രത്തിൻ്റെ അക്ഷരങ്ങൾക്ക് പോലും പവറായി. പത്രത്തിൻ്റെ അക്ഷരങ്ങൾക്ക് പോലും പവറായി. അതിപ്പം നീ ദൈവത്തെ അളക്കരുത്. 25 പത്രം മേടിച്ച് കൊടുക്കാം, കിട്ടണേ കിട്ടട്ടെ, ചിലപ്പോൾ കിട്ടും. ഇതെന്ത് ചൂത് കളിയാ? അതായത് കുറേ പൊട്ട വല്യമ്മമാരുണ്ട്, ചെടുത്തിമാരും ബുദ്ധിയും ബോധം ഇല്ലാത്ത വർഗം. ദൈവത്തിന് അളക്കും. നിൻ്റെ 25 10 കൊണ്ട് അളക്കരുത്. അതായത് നിങ്ങൾ കൊടുക്കുവൻ, നിങ്ങൾക്ക് ലഭിക്കും. അമർത്തി കുലുക്കി നിറച്ചളന്ന് അവൻ നിൻ്റെ മടിയിലോട്ട് ചൊരിയും. ഞാനിവിടെ വരുമ്പോൾ ചേരപ്പാമ്പ് ഇടചേരുന്നൊരു സ്ഥലമായിരുന്നു, പൊട്ടക്കാട പോലെ കിടക്കുന്ന സ്ഥലമാണ്. ഈ സ്ഥലം എങ്ങനെ മാറി ഇങ്ങനെ? എൻ്റെ കാശില്ലാഞ്ഞിട്ട് ഞാനൊരു മനുഷ്യനോട് പറഞ്ഞു എനിക്ക് എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ സഹായിക്കണം എന്ന് പറഞ്ഞതേ ഉള്ളൂ. ആ മനുഷ്യൻ്റെ ഹോളാണ് പടുത്തു തന്നത് ഇങ്ങോട്ട്. ഞാൻ ചോദിച്ചത് എൻ്റെ 1 ലക്ഷം രൂപയാണ്. അതേപോലെ അച്ഛന് 1 ലക്ഷം രൂപ വേണ്ട, അച്ഛൻ ഞാൻ ഹോള് പണിത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ തുടങ്ങിയിട്ട് ഇപ്പോൾ ഇങ്ങനെ ചെന്ന് അവസാനിച്ചിരിക്കണത്. നമ്മുടെ കൂടെ നിൽക്കുന്നത് അച്ഛനും കപ്പരൊന്നുമല്ല, അമ്മ മാതാവാണ് നിൽക്കണത്. ആ ഒരു ബോധ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെല്ലാം ഞെരുക്കമുണ്ടെങ്കിലും ഏറ്റവും സാമ്പത്തിക തകർച്ച ഉള്ളവർ പോലും 50 പത്രം മേടിച്ച് കൊടുക്കും. ഉള്ളവൻ
200 പത്രമോ 500 പത്രമോ ഞങ്ങൾ വേറെ ഒന്നും ആവശ്യപ്പെട്ടില്ലല്ലോ. കർത്താവിനറിയാത്തവരെ അറിയിക്കണം, അറിഞ്ഞവരെ ആഴപ്പെടുത്തണമെന്ന് പറഞ്ഞ് ഉടമ്പടി പത്രത്തിലുള്ള പ്രധാനപ്പെട്ട പ്രേക്ഷിത പ്രവർത്തനമല്ലേ. ആ ഉടമ്പടി കാര്യം നിങ്ങൾ ദൈവം ഏറ്റെടുക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പമാർഗ്ഗമാണ് നമുക്ക് പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത്. അത് ഞാൻ കഴിഞ്ഞ മാസം മേടിച്ച് കൊടുത്തായിരുന്നു, ഈ മാസം മേടിച്ച് കൊടുത്തില്ല. വിചാരത്തിന് കൊടുക്കാൻ പറ്റുമായിരുന്നു, പക്ഷേ അതിനുവേണ്ടി ശ്രദ്ധിച്ചില്ലെന്നാണ് അർത്ഥം. കഴിഞ്ഞ മാസം മേടിച്ച് കൊടുത്തപ്പോൾ ദൈവത്തോട് കണക്ക് പറയുകയാണ്. ഞാൻ കഴിഞ്ഞ മാസം മേടിച്ച് കൊടുത്തെന്നും പറഞ്ഞ് കണക്ക് പറയുകയാണ്. ദൈവം എന്താ അയൽക്കൂട്ടത്തിലെ പ്രസിഡൻ്റാണ്? അതാണ് പ്രശ്നം. നിങ്ങൾ ദൈവത്തിന് അളക്കുകയാണ് വെച്ചോണ്ട്. അതേ കർത്താവ് സമൃദ്ധമായി 500 600 ഏത് പണ്ടാരം പിടിക്കുക. ഇവിടുന്ന് ഊളംപാര വരെ ആൾക്കാർ കൊണ്ടുപോയി ചുമന്ന് കൊണ്ടുപോയി പത്രം കൊടുക്കുന്നു ഭ്രാന്തന്മാർക്ക്. ഞാനന്ന് അവരോട് ചോദിച്ചു, നിങ്ങളെന്താ ഭ്രാന്തന്മാർക്ക് ഇവിടെ കൊടുക്കണം? അപ്പോഴും കർത്താവിനല്ലേ അവരെ സ്പർശിക്കണമെന്ന് അവരെ എൻ്റെ പ്രേക്ഷിതർ എന്നോട് ചോദിച്ചത്. സത്യമല്ലേ? ഭ്രാന്തന്മാർക്ക് വായിക്കാൻ അറിയാൻ പാടില്ലെങ്കിലും ആ പത്രത്തെ കിടന്ന് അവരുടെ ഭ്രാന്ത് മാറും. ഇപ്പോഴെനിക്കത് മനസ്സിലായത്. പ്രേക്ഷിതർ എന്തൊരു ചൈതന്യമുള്ളവരാ. അങ്ങനെയുള്ള പ്രേക്ഷിതരും ഉണ്ട്. 2 പത്രം 3 പത്രം 5 പത്രം വെച്ചുകൊണ്ട് കർത്താവിനെ അളക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഈ പ്രേക്ഷിത പ്രവർത്തനം നിങ്ങൾ ശക്തിപ്പെടുത്തിയ, നിങ്ങൾ ദൈവത്തിൻ്റെ വേല ചെയ്ത കർത്താവ് നിങ്ങളുടെ വേല ചെയ്യും. നിങ്ങളുടെ മാസം തീരുമാനിക്കുക, ഒരു മാസം തീരുമാനിക്കുക. ആ മാസം ഒരു 100 പത്രം ഞാൻ മേടിച്ച് കൊടുക്കും. ഇട്ടുകൂടുന്ന കാശെല്ലാം എടുത്തിട്ട് വെച്ചിട്ട് അത് കൊണ്ടു നടന്ന് കൊടുക്കണേ, കൊണ്ടു നടന്ന് കൊടുക്കണം. അല്ലാതെ എവിടെയെങ്കിലും വെച്ചുകൊണ്ട് പോരണത് ഒരു നിവൃത്തിയില്ലാത്ത വളരെ പുകുടി പിടിച്ച് കഴിവ് പ്രേക്ഷിത ചൈതന്യം ഇല്ലാത്ത ആൾക്കാരോടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ കൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാൽ മതി, നിങ്ങൾ കൊണ്ടുപോയി ബസ് സ്റ്റാൻഡിൽ വെച്ചാൽ മതി. ഞാൻ ഒരു പ്രേക്ഷിത ചൈതന്യം ഇല്ല. പിന്നെ അച്ഛനെ കാണാൻ വേണ്ടി എന്തെങ്കിലും ഒപ്പിച്ച് വെക്കണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് കാട്ടിക്കൂട്ടി ഉണ്ടാക്കുന്ന ആൾക്കാർക്കാണ് കൊണ്ടേ വെക്കാൻ പറഞ്ഞിരിക്കുന്നത്. പ്രേക്ഷിത ചൈതന്യമുള്ളവർ അങ്ങനെയല്ല ചെയ്യേണ്ടത്. ആ പത്രം കൂട്ടിപ്പിടിച്ചിട്ട് കൊന്തയിലും ഓരോ ആൾക്കാർ കൊടുക്കുമ്പോൾ ഓരോ സ്വർഗസ്വനായി ചെല്ലും. കർത്താവ് ഈ മകൻ നിന്നെ തിരക്കി വരാൻ ഇടയാകണേ എന്ന് പ്രാർത്ഥിച്ചെന്ന്. അതാണ് പ്രേക്ഷിത പ്രവർത്തനം. നമ്മൾ പ്രേക്ഷിത പ്രവർത്തനത്തിന് വേണ്ടിയാണ് പത്രം കൊടുക്കുന്നത്. അത് 1000 പേർക്ക് വേണ്ടി കൊടുക്കാൻ 1000 പത്രം മേടിക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. 1000 പേർക്ക് വേണ്ടി ഒരു മാസം പ്രേക്ഷിത പ്രവർത്തനം. നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച്, ദൈവകാരുണ്യമേ, എന്നെ അപ്പോസ്തലന്മാരെ പോലെ, പരിശുദ്ധ അമ്മയെ പോലെ തീക്ഷ്ണതയുള്ള വേദപ്രചാരകയായി പ്രചാരകനായി ദൈവപ്രേക്ഷിതനായി മാറ്റണമേ. എനിക്ക് അങ്ങ് നൽകിയ എല്ലാ ആവതും എല്ലാ സമ്പത്തിന്റെ ദശാംശം കൊണ്ട് പ്രേക്ഷിത വേല ചെയ്യാൻ എന്നെ സഹായിക്കണമേ. പത്രം ഉയർത്തിപ്പിടിച്ച്, പത്രം കിട്ടാത്തവർ വാങ്ങിക്കുക. ബഹുമാനപ്പെട്ട പ്രേക്ഷിതര് പത്രം ഇല്ലാത്തവർക്ക് കൊടുക്കുക. പത്രം ഉയർത്തിപ്പിടിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിക്കുക. Soak with the precious blood. And adore the Catholic Church with the power of Jesus Christ. With the medicine of Holy Priesthood, I bless and hallow you. നിന്റെ കർത്താവിനെ കുറിച്ച് ദൈവത്തിന്റെ ശക്തിയായി മക്കളെ കർത്താവിന്റെ നാമത്തിൽ തിരി ഉപ്പ് വാങ്ങിച്ചിട്ടുള്ളവർ കയ്യിലെടുക്കുക. തിരി ഉപ്പ് വാങ്ങിച്ചിട്ടുള്ളവർ, തിരി ഉപ്പും മേടിച്ചിട്ടുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഈ ഒലിവെണ്ണ എന്ന് പറയരുത് കേട്ടോ. ഉടമ്പടി തൈലമെന്നാണ് അതിൻ്റെ അർത്ഥം. ഉടമ്പടിയിലുണ്ടാകുന്ന തൈലമാണ്. അതുകൊണ്ടാണത് വയറെ പെട്ടുമ്പോഴും അതുകൊണ്ടാണത് കാലിൽ പെട്ടുമ്പോഴും പതുമ ഉണ്ടാകുന്നതും ദൈവം ഇടപെടണതും. അതുകൊണ്ട് നിങ്ങൾ ഒരു കാരണം ഉടമ്പടി, അതായത് കൃപാസനത്തിൽ വരുമ്പോൾ ഉടമ്പടി തൈലാണ് വാങ്ങിക്കേണ്ടത്. അല്ലാതെ വല്ലോടുന്നൊക്കെ ഒലിവെണ്ണയും മേടിച്ചുകൊണ്ട് വരരുത്. അതൊന്നും ഉടമ്പടി തൈലമല്ല. അതൊക്കെ നിങ്ങൾ തേച്ചിട്ട് അവസാനം ഫലമില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിശ്വാസം കുറയുമ്പോൾ പിശാചാണ് പ്രവർത്തിക്കണത്. നമ്മുടേത് ഒലിവെണ്ണ അല്ല, ഉടമ്പടി തൈലമാണ്. ഉടമ്പടി ചെയ്തതിൻ്റെ ഭാഗത്ത് മാതാവുമായിട്ട് നമ്മൾ ചെയ്ത ഉടമ്പടിയാണ്. ചോദിച്ചപ്പോൾ പറഞ്ഞില്ല കേട്ടില്ല. അത് ഉടമ്പടി ചെയ്യുന്നവരെല്ലാവരും കൃത്യമായിട്ട് ആ 4 കാര്യങ്ങൾ, 3 പാപങ്ങൾ ഉപേക്ഷിക്കുക, ബുധനാഴ്ച ഉപവസിക്കുക, ശനിയാഴ്ച ഉപവസിക്കുക, അല്ലെങ്കിൽ പ്രാർത്ഥന കൃപാസനത്തിൽ ഏതെങ്കിലും ആദ്യ ചൊവ്വാഴ്ചയോ 3-ാം ചൊവ്വാഴ്ചയോ 1-ാം ഞായറാഴ്ചയോ പ്രാർത്ഥന കൂടുക, വെളുപ്പിനെ എഴുന്നേറ്റ് ഉടമ്പടി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുക, രാത്രി പച്ചത്തിരി കത്തിച്ചുകൊണ്ട് ഉടമ്പടി പ്രാർത്ഥന ചെല്ലുക. അതെല്ലാം കൃത്യമായിട്ട് അപ്പനോ അമ്മയോ മരിച്ചാൽ മാത്രമേ അച്ഛൻ അതിനകത്ത് നിന്ന് അന്ന് പ്രാർത്ഥിക്കേണ്ടെന്ന് പറയത്തുള്ളൂ. ബാക്കി എല്ലാ ദിവസവും നിങ്ങൾ ആങ്ങളെ വീട്ടിൽ പോയി, അല്ലെങ്കിൽ അനിയത്തി ജോലിയും മസ്കറ്റിൽ നിന്ന് വന്നപ്പോൾ കാണാൻ പോയി, അന്ന് പ്രാർത്ഥിച്ചില്ല എന്ന് പറയുമ്പോൾ ഞാൻ പിന്നെ ഒന്നും മിണ്ടത്തില്ല. കാര്യം ആ വ്യക്തിയെ ഞാൻ സംസാരിക്കത്തില്ല ആ വ്യക്തിയോട്. കാര്യം എന്താ കാര്യം? ഉടമ്പടി ബ്രേക്ക് ചെയ്തിരിക്കുന്നതാണ് ആൾ. ഉടമ്പടി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യാവുന്ന മിനിമം ബ്രേക്കിന് ചെയ്യാവുന്നത് 2ാമത് ഉടമ്പടി പുതുക്കേണ്ടി വരും.
അല്ലെങ്കിൽ ഉടനെ കുമ്പസാരിച്ചിട്ട് ഒരു ദിവസം മുടങ്ങി ഇങ്ങനെ അത്യാവശ്യ ഘട്ടത്തിൽ വന്നു പോയാൽ കുമ്പസാരിച്ചിട്ട് മനസ്സാപർണം ചൊല്ലി കൈവിരിച്ച് നിന്ന് മുട്ടുകയെന്ന് വെച്ചും നമുക്ക് കർത്താവോട് മനസ്സാപർണം ചൊല്ലിയിട്ട് നിങ്ങൾക്ക് ഉടമ്പടി സ്റ്റാർട്ട് ചെയ്യാം. മുടങ്ങി അല്ലെങ്കിൽ നിങ്ങൾ കൊണ്ടുപോകുന്ന ഉടമ്പടി കാര്യം ഉടമ്പടി പുതുക്കി ഇട്ടച്ചും പോകാനും പറ്റത്തില്ല, ഇട്ടച്ചു പോകാൻ പറ്റത്തില്ല. കാര്യം ഞാൻ ഉടമ്പടി നിങ്ങൾ ദൈവദർശനം ചെയ്തതല്ലേ. അത് നിങ്ങൾ എന്തെങ്കിലും കുടുംബത്തിൽ കലഹം ഉണ്ടായി ഭർത്താവ് വെള്ളം അടിച്ച് വാതിലിട്ട് ചവിട്ടി കണ്ടിച്ചെന്ന് പറഞ്ഞ് നിങ്ങൾ ഉടമ്പടി മുടക്കേണ്ട കാര്യം എന്താ? അങ്ങനെ പിശാച പല പരിപാടികളും കാണിക്കും. നമ്മൾ മൈൻഡ് ചെയ്യത്തില്ല. നമ്മൾ പ്രാർത്ഥിച്ച് തന്നെ അവൻ്റെ കൈയും കാലം തളർത്തും. ഭർത്താവല്ല വാതിലിട്ട് ചവിട്ടണത്, പിശാചല്ലേ അവൻ്റെ. അപ്പം നിങ്ങൾ ഉള്ള ശക്തി കൂടി കളഞ്ഞിരുന്നുണ്ടായിരുന്നാൽ എന്ത് ചെയ്യും? അപ്പം നിങ്ങൾ ഡബിൾ പ്രാർത്ഥിക്കേണ്ട ദിവസമാണെന്ന്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തീവ്രവേദന മുഴുകുന്നവൻ കർത്താവ് കൂടുതൽ തീക്ഷണമായി പ്രാർത്ഥിച്ചതുപോലെ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ പിശാചിനെ ഒതുക്കാൻ വേണ്ടി നമ്മൾ ഡബിൾ പ്രാർത്ഥിക്കണം. അല്ലാതെ പ്രാർത്ഥന മുടക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെ മുടങ്ങാതിരിക്കാനാണ് മരിയൻ തപസ് വെച്ചിരിക്കുന്നത്. അങ്ങനെ മുടങ്ങാതിരിക്കാനാണ് ഉപവാസ പ്രാർത്ഥന. ബോധ്യം കിട്ടാത്തവരാണ് എന്തെങ്കിലും കാണിച്ചു കൂട്ടുന്നത്. ബോധ്യം കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം എൻ്റെ അന്ത്യം. ഇത് ഉടമ്പടിയാണ്. ദൈവം എപ്പോഴായാലും ഈ വിഷയത്തിൽ തീരുമാനം ഉണ്ടാക്കും. ഒരു ബുദ്ധിയും ബോധം ഇല്ലാത്ത ആൾക്കാർ 70 അതായത് 2 വിഷയത്തിന് മാത്രം ജയിച്ച് ബാക്കിയെല്ലാം തോറ്റെന്ന് പറഞ്ഞ ആൾക്കാരല്ലേ ഇപ്പോൾ 90% മാർക്ക് മേടിക്കണത്. ഉടമ്പടി ബലത്തിലാണ് സംഭവം ചെയ്യണത്. ആ ചെയ്യണ ആൾക്കാർക്ക് ആ ബോധ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ദൈവത്തിന് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാര്യം ദൈവം നമ്മുടെ ബോധ്യത്തിലാണ് വർക്ക് ചെയ്യണത്. നിൻ്റെ കാര്യം റീസണബിൾ ആണോ യുക്തിപരമാണോ അല്ലേ എന്നല്ല. ഇപ്പം ജോസഫച്ചനെ കുറിച്ച്, ജോസഫച്ചനെ എന്നെ കണ്ട കാരുണ്യത്തോടെ നോക്കും എന്നെങ്ങാനും എന്നോട് പറഞ്ഞാൽ അവൻ്റെ മനസ്സിൽ ഇരിക്കണത് ഞാൻ ഭയങ്കര കാരുണ്യവാനാണെന്നാണെങ്കിൽ ഞാൻ പിന്നെ അവൻ്റെ മുമ്പിൽ എങ്ങനെ നിൽക്കും? ഇപ്പം ജോസഫച്ചനെ ഞാൻ കാണുകയാണെങ്കിൽ ജോസഫച്ചൻ എന്നോട് കാരുണ്യമായിട്ട് പെരുമാറുമെന്ന് എന്നെക്കുറിച്ച് നല്ല അഭിപ്രായമാണ് അവന് ഉള്ളതെന്നുണ്ടെങ്കിൽ അത് എനിക്കറിയാവുന്നുണ്ടെങ്കിൽ ഞാനോട് എങ്ങനെ പെരുമാറും? ഞാൻ നല്ലവനായിട്ടും കാരുണ്യവാനായിട്ട് പെരുമാറും അല്ലേ? അപ്പോൾ ദൈവത്തെക്കുറിച്ച് നമുക്ക് നല്ല അഭിപ്രായമാണ് നമ്മുടെ മനസ്സിൽ ബോധ്യമാണെന്നുണ്ടെങ്കിൽ ആ ബോധ്യമനുസരിച്ച് ദൈവം നമ്മോട് പെരുമാറത്തുള്ളൂ. വെദർ ഇറ്റ് ഈസ് റീസണബിൾ ഓർ നോട്ട്, നീ എങ്ങനെ ദൈവത്തെക്കുറിച്ച് കരുതുന്നു എന്നനുസരിക്കും. അപ്പോൾ ദൈവത്തെക്കുറിച്ച് സുവിശേഷവിഹിതമായിട്ട് നല്ല ബോധ്യങ്ങൾ കിട്ടാൻ വേണ്ടിയാണ് ഈ ധ്യാന. അതുകൊണ്ടാണ് അയ്യോ അത് ഇന്ന് പ്രാർത്ഥനയ്ക്ക് വന്നില്ല, പ്രാർത്ഥനയ്ക്ക് ഒരു മാസം ഒരു പ്രാർത്ഥനയ്ക്ക് പോലും വന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആ കൗൺസിലിംഗ് എടുക്കത്തില്ല, ആളെടുക്കത്തില്ല. അതുകൊണ്ട് പ്രാർത്ഥന ഒരു കാരണവശാലും മുടക്കരുത് മക്കൾ. കാര്യം പ്രാർത്ഥന ഒരു മാസത്തിൽ ഒരു പ്രാർത്ഥനയെ ആവശ്യപ്പെടുന്നുള്ളൂ. അതുപോലെ കാര്യം ഇപ്പം ആദ്യ ചൊവ്വാഴ്ച എനിക്ക് വരാൻ പറ്റില്ലെങ്കിൽ നിനക്ക് 1-ാം ഞായറാഴ്ച വരാം, 1-ാം ഞായറാഴ്ച വരാൻ പറ്റില്ലെങ്കിൽ 3-ാം ചൊവ്വാഴ്ച വരാം. ഈ മൂന്ന് പ്രാർത്ഥനാ ദിവസവും നിനക്ക് വരാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും പറയാൻ കാര്യമില്ല. കാര്യം നിൻ്റെ കാര്യം അത്രയും മോശമാണ്, അരിയെത്തിയെന്ന് അർത്ഥം. ചില വല്യപ്പന്മാർ ഈശോ മറിയ ഔച്ചപ്പം കഞ്ഞിവെള്ളം കൊടുക്കുമ്പോൾ ചൂണ്ടയിൽ കൂടി കഞ്ഞിവെള്ളം ഒഴുകി താഴേക്ക് വരത്തില്ലേ? അപ്പോൾ എന്താ ആയുർവേദ വൈദ്യന്മാർ പറയും അപ്പാപ്പൻ്റെ അരിവ് എത്തിയെന്ന് പറയും. എന്താണ് വെള്ളം? സാധാരണ മലയാളിക്ക് വെള്ളം കൊടുത്താൽ എന്ത് വെള്ളം കൊടുത്താൽ കഞ്ഞിവെള്ളം കൊടുത്താൽ അവൻ കുടിച്ചുള്ളൂ. കഞ്ഞിവെള്ളം ഒരു മലയാളം റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അരി എത്തിയെന്ന് അർത്ഥം ആയുർവേദത്തിൽ. 3 പ്രാർത്ഥനയ്ക്ക് നിനക്ക് വരാൻ പറ്റുന്നില്ലെങ്കിൽ കാര്യമായ എൻ്റെ കുഴപ്പമുണ്ടെങ്കിൽ ഈ കുഴപ്പമുള്ള ആളെ പറ്റി ഞാൻ കൗൺസിൽ ചെയ്യുക. ഒരു നടക്കത്തില്ല, ഒന്നും എൻ്റെ സമയം വേസ്റ്റ് ചെയ്യാനേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഉടമ്പടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ തീരുമാനിക്കണം, കർത്താവേ പ്രാർത്ഥന മുടക്കാൻ ഇടവരത്തില്ലെന്ന് പ്രാർത്ഥിക്കണം. തന്നെയല്ലേ വെറുതെ കൈ വീശി ഇങ്ങോട്ട് പോരരുത്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം, ശുശ്രൂഷ മൊത്തം സംബന്ധിച്ച് പ്രാർത്ഥിക്കണം. നമ്മളെന്ന് പറയുന്നത് യുദ്ധത്തിലാണ്, സാത്താനോട് ലോകത്തോടുള്ള യുദ്ധത്തിലാണ്. അപ്പം ഞങ്ങളിങ്ങനെ നിൽക്കുമ്പോൾ ഞങ്ങൾ തന്നെ വെട്ടേറ്റ് വീഴാൻ നിങ്ങൾ അനുവദിക്കരുത്. അപ്പം ഞങ്ങളെ നിങ്ങളുടെ കൈകളിൽ എത്തണം. കൂടുതൽ ആൾക്കാർ ആത്മാക്കൾ നേടാൻ വേണ്ടി, കൂടുതൽ ആത്മാക്കൾ കർത്താവിൻ്റെ കൃപയിൽ വളരാൻ വേണ്ടി, ഞങ്ങളെ ഉപകരണമാക്കാൻ വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വെളുപ്പിനും രാത്രിയും പ്രാർത്ഥിക്കണം. അങ്ങനെ വരുമ്പോൾ നമ്മളെല്ലാം ദൈവരാജ്യത്തിൻ്റെ വലിയ പ്രവർത്തകരായി മാറുകയും ദൈവം നമ്മൾ അനുഗ്രഹിക്കുകയും ചെയ്യും. ആ നേരത്തെ വശങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് തിരിയും തേനും വീണ്ടും വിശ്വാസപ്രവണം ചൊല്ലിക്കേ. Lord Jesus Christ, for out His Spirit, and touch the fire of soak with the precious blood, Lord, infuse His Spirit, with the Catholic Church, the power of Jesus Christ, with 10 minutes of holy priesthood, I impart the peace and power, grace. Praise the Lord. നമ്മൾ അടുത്ത മാസം മുതൽ മരിയൻ കൃപാഭിഷേക ധ്യാനത്തിന് മുറികൾ ലഭ്യമാണ്. നമുക്ക് 10 മുറികൾ നമുക്കുണ്ട്. 5 AC മുറിയും 5 സാധാരണ മുറിയും. വളരെ കുറഞ്ഞ റേറ്റിലാണ് നമ്മൾ മുറി കൊടുക്കുന്നത്. നിങ്ങൾ മറ്റ് ധ്യാന കേന്ദ്രങ്ങൾ അന്വേഷിച്ച് നോക്കിയാൽ മതി. കൃപാസനം എന്ന് പറയുന്നത്
വളരെ എല്ലാ കാര്യങ്ങൾക്കും ജനങ്ങളുടെ ഒരു രീതിയാണ്. അതുകൊണ്ടാണ് നമ്മൾ എല്ലാ ദിവസവും ബ്രേക്ക്ഫാസ്റ്റ് വെച്ചിട്ടുണ്ടല്ലോ ഇവിടെ ഫ്രീ ആയിട്ട്. രാവിലെ ഉടമ്പടി തിങ്കൾ ചൊവ്വ ബുധൻ അച്ഛൻ കൃപാസനത്തിലുണ്ട്. വ്യാഴാഴ്ചയില്ല, വ്യാഴാഴ്ച കുർബാനയ്ക്കുണ്ടാവും. കുർബാന കഴിഞ്ഞ് പുറത്ത് ധ്യാനത്തിനും മറ്റു പരിപാടിക്കും വേണ്ടി പോകും. വെള്ളി ശനി ഞായർ തൈക്കാട്ടുശ്ശേരിയിലുണ്ട്. ഉടമ്പടി ചെയ്യാത്തവർക്ക് തൈക്കാട്ടുശ്ശേരിയിൽ 7 മണിക്ക് വരാവുന്നതാണ്. വെള്ളിയും ശനിയും. വെള്ളി ഇല്ലെന്നുണ്ടെങ്കിൽ ശനി ഉണ്ടായിരിക്കും. ഞായറാഴ്ച 9 മണിക്കാണ് അവിടുത്തെ കുർബാന. ഫ്രഷ് ഹാൻഡ്സിന് വരാം. പക്ഷേ തൈക്കാട്ടുശ്ശേരിയിൽ ഇപ്പോൾ വരണത് എന്താണെന്ന് അറിയാമോ? ഈ ഉടമ്പടി ചെയ്ത ആൾക്കാർ ഇവിടെ അച്ഛനെ കാണാൻ പാടാളെന്ന് പറഞ്ഞുകൊണ്ട് 10 രൂപ ഇല്ല, ഉടമ്പടി പാടില്ല, അവിടെ വരും. ചുമ്മാ വന്ന് കാശും കളഞ്ഞ് പോണ കാണാം. കാരണം ഉടമ്പടി കാര്യത്തിൽ കോംപ്രമൈസ് ഇല്ലല്ലേ. അതായത് നിങ്ങളെ കൗൺസിലിങ്ങിന് വേണ്ടി ഉദ്ദേശിക്കുന്നത് ഉടമ്പടി ചെയ്തവരാണെങ്കിൽ നിങ്ങൾ അച്ഛനെ കാണുമ്പോൾ നിങ്ങളുടെ കയ്യിൽ പത്രത്തിൻ്റെ കാർഡ് ഉണ്ടായിരിക്കണം, ഉടമ്പടി പേപ്പർ ഉണ്ടായിരിക്കണം. അല്ല ഉടമ്പടി പേപ്പർ ഉണ്ടച്ചാൽ അത് വീട്ടിൽ വെച്ചെന്നൊക്കെ പറഞ്ഞാൽ മിണ്ടിപ്പ് പറഞ്ഞതിൻ്റെ അടുത്ത് എന്നോട് സംസാരിക്കണമെങ്കിൽ നിങ്ങൾ അപ്പം തന്നെ പേപ്പർ കാണിക്കണം. നാത്യം ചെയ്ത പേപ്പറും കൊണ്ട് വരരുത്, സ്വന്തമായിട്ട് ചെയ്ത പേപ്പർ കൊണ്ടുവരണം. അപ്പം വളരെ ഹൈ എമർജൻസി സംഭവത്തിന് ചിലപ്പോൾ നിങ്ങൾക്ക് എന്നെ എവിടെയെങ്കിലും ഇട്ട് പിടിക്കാം. പക്ഷേ ആ സമയത്ത് നിങ്ങൾ ആ മാസം പ്രാർത്ഥന കൂടിയതിൻ്റെയും ആ മാസം ഉടമ്പടി ചെയ്തതിൻ്റെ പേപ്പറും ആ മാസത്തെ പ്രേക്ഷിത പത്രത്തിൻ്റെ പ്രേക്ഷിത കാർഡും കയ്യിലുണ്ടാകണം. ഇതെല്ലാം വേറെ ഒരു കാര്യം സംസാരിക്കുക പോലും ചെയ്ത് കാര്യം ഇത് നിങ്ങൾക്ക് വിശ്വാസമില്ല, എനിക്ക് നല്ല വിശ്വാസമാണ്. ഇത് ചെയ്തു പോയാൽ മാതാവ് എപ്പോഴായാലും സമയം ഇതിന് സമാധാനം ഉണ്ടാക്കും. അതെനിക്ക് നല്ല ഉറപ്പാണ്. ഈ ഉറപ്പില്ലാത്ത ആൾക്കാരാണ് പ്രാർത്ഥനയും മുടക്കി പത്രവും മേടിക്കത്തില്ല, ഇതിന് പല വാദപ്പനിക്കാര്യം പറഞ്ഞുകൊണ്ടൊക്കെ നടക്കും. ഒരു കഥയുമില്ല. അങ്ങനെയുള്ള ആൾക്കാരെ ഇനി ട്രീറ്റ് ചെയ്യണ പ്രശ്നമില്ല. എന്ത് കാര്യത്തിനാണ്? അവർ പ്രേക്ഷിതരാണോ ഇല്ലയോ ഞാൻ നോക്കും. കർത്താവിന് വേണ്ടി ആത്മാക്കളെ വീണ്ടെടുക്കാൻ പ്രാപ്തരാണോ, അതിനുള്ള ബോധ്യമുണ്ടോ, അതിനുള്ള സമയമുണ്ടോ, അതിനുള്ള സമർപ്പണമുണ്ടോ? അതല്ലാത്ത ആൾക്കാരുമായിട്ട് ഇല്ലാത്ത സമയത്ത് നമ്മളെന്തിനാ 10,000 പേരാ ഒരു മാസം കയറി ഇറങ്ങുന്ന സ്ഥാപനത്തിലെ. ഇപ്പോൾ ഈ ആൾക്കാരെല്ലാം നോക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യമുള്ളവർക്കാണ് മുൻഗണന. ഇപ്പം നിങ്ങളിവിടെ വിളിച്ചാലും അങ്ങനെ സംഭവിക്കണത്. ഇപ്പോഴെന്താ സംഭവിച്ചിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴേ തിങ്കളാഴ്ച കുർബാന 7 മണി കുർബാന കഴിയുമ്പോൾ ഉടമ്പടി ചെയ്യാനുള്ളവരെല്ലാവരും ഇവിടെ നിർത്തി പ്രാർത്ഥിച്ചിട്ട് അവർ ക്ലാസ് കൊടുക്കും. പിന്നെ ചില സമയത്ത് പത്രത്തിൻ്റെ കാർഡ് കൊണ്ട് ഉടമ്പടി പേപ്പർ ഉണ്ടെങ്കിൽ 2 മിനിറ്റ് ആൾക്കാർക്ക് സംസാരിക്കാൻ അനുവാദം കൊടുക്കും. പിന്നെ എമർജൻസി കാര്യമാണ് പ്രാർത്ഥന. ഉടമ്പടി ചെയ്ത് പ്രാർത്ഥന കൂടിയില്ല, നാളെ എമർജൻസി ആയിട്ട് അമേരിക്കയിലെ കാനഡയിൽ പോകണമെന്നുണ്ടെങ്കിൽ അവർക്ക് 400 പത്രത്തിൻ്റെ കാർഡുണ്ടെങ്കിൽ അവർക്ക് അച്ഛനെ കാണാൻ അനുവാദം കൊടുക്കും. ഒരു പ്രാർത്ഥന കൂടിയിട്ടുണ്ടെങ്കിൽ 200 പത്രത്തിൻ്റെ കാർഡുണ്ടെങ്കിൽ അച്ഛനെ കാണാൻ അനുവാദം കിട്ടും. 3 പ്രാർത്ഥന കൂടിയിട്ടുണ്ടെങ്കിൽ 100 പത്രത്തിൻ്റെ കാർഡുണ്ടെങ്കിൽ അച്ഛനെ 2 പ്രാർത്ഥന കൂടിയിട്ടുണ്ടെങ്കിൽ 100 പത്രത്തിൻ്റെ കാർഡുണ്ടെങ്കിൽ അച്ഛനെ കാണാൻ പറ്റും. അപ്പം നിങ്ങൾ ചില ആൾക്കാർ പണി ചെയ്യുന്നുണ്ട്. ഒരു പ്രാർത്ഥനയും കൂട്ടിയിട്ട് 25 രൂപയുടെ പത്രത്തിൻ്റെ കാർഡും കൊണ്ട് വരും. ആ കാർഡ് പിടിച്ചിട്ട് ഞാൻ ചോദിച്ചു എത്ര പ്രാർത്ഥന കൂടി അപ്പം ചോദിക്കും. ഒരു പ്രാർത്ഥന വണ്ടി വിട്ടേക്കാൻ പറയും. കാര്യം തെറ്റാണല്ലോ അത്. ഒരു പ്രാർത്ഥന കൂടിയ ആൾക്കാർ 200 പത്രത്തിൻ്റെ കാർഡാണ് വാങ്ങിക്കേണ്ടത്. 2 പ്രാർത്ഥന കൂടിയ ആൾക്കാർ 100 പത്രത്തിൻ്റെ കാർഡ്. 3 പ്രാർത്ഥന കൂടിയ ആൾക്കാർ പ്രാർത്ഥന കുറഞ്ഞാൽ പത്രത്തിൻ്റെ പ്രേക്ഷിത പ്രവർത്തനം കൂടേണ്ടി വരും. അതാണ് ഉടമ്പടിയുടെ ടാലിങ്. 4 പ്രാർത്ഥന കൂടി ഇപ്പോൾ 25 പത്രം എടുത്താൽ മതി. 4 പ്രാർത്ഥന കൂടിയിരിക്കണം. പ്രാർത്ഥന കുറഞ്ഞു പോയാൽ പ്രേക്ഷിത പ്രവർത്തനം കൂടും. ചില ആൾക്കാർ തരികട കാണിക്കും. ഒരു പ്രാർത്ഥനയും കൂടും, 25 പത്രത്തിൻ്റെ കാർഡും കൊണ്ടുവരും. അപ്പോൾ കൗൺസിലിംഗ് നടക്കത്തില്ല. ജസ്റ്റ് കേൾക്കും, പ്രാർത്ഥിച്ച് വിടും. ഇപ്പം നമ്മൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 2 തരം മെസ്സേജ് കൗൺസിലിംഗ് ഉണ്ട്. അതിനൊരാൾക്ക് 1/2 മണിക്കൂർ കിട്ടും. അതിനാണ് രജിസ്റ്റർ ചെയ്യേണ്ടി വരുന്നത്. മെസ്സേജ് കൗൺസിലിങ്ങിന് രജിസ്റ്റർ ചെയ്യണം. ഒരു ദിവസം 20 പേര്, മാക്സിമം 20 പേരെ എടുക്കത്തുള്ളൂ. ഇപ്പോഴീ അല്ലാത്തവർ തന്നെ രജിസ്റ്റർ ചെയ്യാത്ത ആൾക്കാർ തന്നെ ഇവിടെ കൂടുതൽ വരുന്ന കാരണം രജിസ്റ്റേർഡ് കൗൺസിലിംഗ് 15 ചുരുക്കും. അപ്പോൾ ഇന്നലെ 47 പേരുണ്ടായിരുന്നു, ഇന്നലെ മാത്രം. അതായത് ഇപ്പം നാളെ എന്ന് പറയുന്ന മരിയൻ ദിവസമാണ്. അതുകൊണ്ട് വളരെ പിശുക്കിയാണ് ആൾക്കാർ എടുക്കത്തുള്ളൂ. നാളെ മരിയൻ ദിവസം. ഇപ്പോൾ ഇന്ന് രാത്രി ഇപ്പം മരിയൻ ദിവസം തുടങ്ങത്തില്ലേ. അപ്പോൾ ഈ ആഴ്ചയിൽ രജിസ്ട്രേഷൻ കുറഞ്ഞിരിക്കും. വല്ല 10-15 എടുക്കത്തുള്ളൂ. മറ്റുള്ളവരെടുക്കും. പക്ഷേ അവിടെ ഈ പത്രത്തിൻ്റെ കാർഡ്, ഈ മാസത്തെ പത്രത്തിൻ്റെ കാർഡ് ഉണ്ടാകണം. കാർഡ് ഉണ്ടാകണം തന്നെയല്ല, ഈ മാസത്തെ പ്രാർത്ഥന ഇനി പുതിയ പ്രാർത്ഥന ഈ മാസം ഇല്ലല്ലോ. ഇതോടുകൂടി തീരുകയാണ് പ്രാർത്ഥന. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ ഉടമ്പടിയുടെ വിധമനുസരിച്ച് ഇവിടുത്തെ പണ്ട് 10 സാക്ഷ്യമാണ് ഇപ്പോൾ 70 സാക്ഷ്യമായിട്ട് മാറണത്. 60 സാക്ഷ്യമാണ്. 6 ഇരട്ടിയാണ് വ്യത്യാസം വന്നിരിക്കുന്നത് ഉടമ്പടിയിൽ. ചെയ്തിരിക്കുന്ന എല്ലാവർക്കും അനുഭവം കിട്ടിയിരിക്കും. നിങ്ങൾ ഒരു കാരണവശാലും ഇത് മുടങ്ങാതിരിക്കാനും തീക്ഷ്ണമായി നിന്ന് കാര്യം നേടാൻ വേണ്ടിയാണ് ഞാൻ കാർക്കശ്യമായി സംസാരിക്കുന്നത്.
ഒക്ടോബർ മാസം മുതൽ ഉടമ്പടി പരിഷ്കരിക്കുകയാണ് കുറച്ചുകൂടി പ്രാർത്ഥനാ നിർഭരമായിട്ട്. അത് പ്രേക്ഷിത കൂട്ടായ്മ കഴിയുമ്പോൾ ഒക്ടോബർ മാസം മുതൽ അറിയിക്കും. അത് കാര്യം ഇത് ലോകോത്തരമായ ഒരു ദൈവ സംവിധാനമാണ്. ഉടമ്പടി ബൈബിളിക്കൽ ടേമാണ്. ദൈവം നമുക്ക് തന്നിരിക്കണം. പ്രത്യക്ഷീകരണ പ്രാർത്ഥന സാക്ഷ്യമല്ലേ കേൾക്കണതെല്ലാം. മാതാവ് സമയത്തിൻ്റെ അധികാരിയായിട്ട് ലോകത്തിന് കാണിച്ച സ്ഥാപനമാണിത്. അത് സഭ അംഗീകരിക്കുന്നവരെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന തുടരും. അതുകൊണ്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നവർക്ക് എല്ലാ അനുഭവങ്ങൾ കിട്ടണതിൻ്റെ കാര്യം അതാണ്. പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ പ്രാർത്ഥന പ്രത്യക്ഷീകരണ പ്രാർത്ഥനയാണ്, സഭ അംഗീകരിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥന. വൈകുന്നേരത്തെ പ്രാർത്ഥന ഉടമ്പടി പ്രാർത്ഥനയാണ്. പച്ചത്തിരി കത്തിച്ച് ആ ഉടമ്പടി പ്രാർത്ഥന ടാഗ് ചെയ്തിരിക്കുന്നതാണ്. കാര്യം വെച്ചാൽ ആ പ്രാർത്ഥനയിൽ നിങ്ങൾ ഇന്ന് കൃപാസനത്തിൽ പ്രാർത്ഥിക്കുന്ന മുഴുവൻ പ്രാർത്ഥനയാണ് ഉടമ്പടിയിൽ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി കിട്ടുന്നത്. ടാഗിങ് ആണത്. പ്രാർത്ഥിക്കുന്ന കൃപാസനമാണ്. നിങ്ങൾ ടാഗ് ചെയ്താൽ മാത്രം മതി. കാര്യം കൃപാസനത്തിൽ ദമ്പതി കൂട്ടായ്മയോട് ടാഗ് ചെയ്യും. 10,000 പേര് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ 10,000 പേർ പ്രാർത്ഥന നിങ്ങളുടെ കുടുംബത്തിന് ഒറ്റ പ്രാർത്ഥന കൊണ്ട് കിട്ടാൻ വേണ്ടിയാണ് പച്ചത്തിരി കത്തിച്ചിട്ട് ഉടമ്പടി പ്രാർത്ഥന സന്ധ്യയ്ക്ക് ചെല്ലണത്. ആ ഒരു ബോധമൊക്കെ ചെല്ലുമ്പോൾ ഉണ്ടാകണം. അല്ലാതെ കാട്ടിക്കൂട്ടി ഒപ്പിക്കരുത് കാര്യങ്ങളറിയാതെ. ഒക്കെ വലിയൊരു ദൈവ സംവിധാനങ്ങളിലേക്കാണ്. അപ്പോൾ ആ ചെയ്യണ വ്യക്തിക്കും ആ വിശ്വാസം ഉണ്ടാകണം. ഇത്രയും വലിയ സംഭവമാണ് നടക്കുന്നത്. മാതാവ് തീർച്ചയായിട്ടും തീരുമാനം ഉണ്ടാക്കും. ആരെല്ലാം നമ്മളെ മനസ്സിനെ ഇടിച്ചാലും ശരി, നമ്മൾ നിൽക്കും, വിശ്വാസത്തോടെ നിൽക്കും. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധയുടെ ആശീർവാദമാണ് ലഭിക്കുന്നത്. പുറത്തോട്ടിറങ്ങുമ്പോൾ പത്രം മേടിച്ചുകൊണ്ട് പോകണം. 25-ൻ്റെയും 50-ൻ്റെയും 100-ൻ്റെയും 400-ൻ്റെയും കെട്ട് വാങ്ങിച്ചുകൊണ്ട് പോയി പ്രേക്ഷിത വില ചെയ്യണം. 50% പകുതി പത്രം റെയിൽവേ സ്റ്റേഷൻ, അതുപോലെ തന്നെ മാവേലി സ്റ്റോർ, റേഷൻ കട, ഇങ്ങനെയുള്ള പൊതുസ്ഥലങ്ങളിലും 50% പത്രം പള്ളികളിലും കൊടുത്ത് വിതരണം ചെയ്യേണ്ടതാണ്. തന്നെത്താൻ വിതരണം ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറ്റവും സൂപ്പറായിരിക്കും. കാര്യം അത് പ്രേക്ഷിത പ്രവർത്തനം. നമ്മളും ആ മിഷനറിയായി മാറുകയല്ലേ. കാര്യം നിങ്ങൾക്കറിയാമല്ലോ പത്രത്തിലുള്ളത് എന്താണ്? ഈശോ 1 മാസം കൃപാസനം ചെയ്ത ദൈവിക പ്രവർത്തനങ്ങളാണ് സാക്ഷ്യമായിട്ടുള്ളത്. ആ സാക്ഷ്യം സത്യമായതുകൊണ്ടല്ലേ അവർ ഇത്രയും വാരിക്കെട്ടി കണ്ണുനീരോടെ നിലവിളിച്ചൊക്കെ പറയണത്. അപ്പോൾ ആ സാക്ഷ്യം മറ്റുള്ളവർ കേൾക്കുമ്പോൾ അത് കേട്ടിട്ട് അതേ അവസ്ഥയിരിക്കുന്ന ആൾക്കാർ നിങ്ങൾ വഴി കർത്താവിനെ തേടി വരികയും കർത്താവ് അവർ അനുഗ്രഹിക്കുമ്പോൾ ആ അനുഗ്രഹം നിങ്ങളുടെ കുടുംബത്തിൽ കിട്ടാനുള്ള ലളിതമായ മാർഗമാണ് 5 രൂപയുടെ പത്രം. ആ ഒരു ബോധ്യം നമുക്ക് ഉണ്ടാകണം. ഇപ്പോൾ സമാപന ആശീർവാദം നൽകുകയാണ്. ആശീർവാദം നൽകി കഴിയുമ്പോൾ അച്ഛൻ ഇവിടെ ഈ കൈവരിയിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി വരും. അപ്പോൾ എൻ്റെ ഒരു ജപമാല ഉണ്ട്, നന്ദി പ്രാർത്ഥന. അത് കഴിഞ്ഞിട്ടേ ഞാൻ വരത്തുള്ളൂ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നേർച്ച വസ്തുക്കൾ ഉയർത്തിപ്പിടിക്കട്ടെ, പത്രം ഉയർത്തിപ്പിടിക്കട്ടെ. ഒരു കാര്യം കൂടി പറയാനുണ്ട്. അതായത് നമ്മളുടെ ഈ ഇതിൻ്റെ മുകളിലുള്ള ആസ്പെറ്റോസ് മുഴുവനും ഉറഞ്ഞിരിക്കുക. 25 കൊല്ലത്തെ ഗ്യാരണ്ടിയാണ് ഉള്ളത്. പക്ഷേ ഇപ്പോൾ തന്നെ പൊട്ടിച്ചോരാനായി. ബലിപിടത്തെ വെള്ളം വീണിട്ട് കറയിൽ കിടക്കുന്നുണ്ട് ഇവിടെ ആസ്പെറ്റോസിൻ്റെ. അവിടെയൊന്നും നിൽക്കാൻ പറ്റണില്ല. നിങ്ങൾക്കറിയാമല്ലോ, ഇന്നിപ്പോൾ നല്ല കാലാവസ്ഥ ദൈവം തന്നുകൊണ്ടാണ്. ഉച്ചി പൊട്ടിപ്പോകും 5 മിനിറ്റ് അവിടെ ഇരിക്കുകയാണെങ്കിൽ. അത്രയും ഷീറ്റിൻ്റെ ചൂട് പിടിച്ചിട്ട് ഇനി വേനൽക്കാലമാണ് വരുന്നത്. അപ്പോൾ ഇത്രയും ആൾക്കാർക്ക് ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ ഉറഞ്ഞ ആസ്പെറ്റോസും കെട്ടിടവും ആ ഷീറ്റും എല്ലാം പൊടിച്ച് മാറ്റിയിട്ട് 10-25 അടി ഉയരത്തിൽ അമ്മയ്ക്ക് വലിയൊരു കൂടാരം പോലെ, ഒരു ഇൻഡോർ സ്റ്റേഡിയം പോലെ ഇത് പുനർരൂപകൽപ്പന ചെയ്യേണ്ട അത്യാവശ്യം വന്നിരിക്കുക. കാര്യം ഇന്നത്തെ ജോലി ചെയ്യാൻ പ്രാർത്ഥിക്കാൻ പ്രയാസമായതുകൊണ്ട് നമ്മൾ പിന്നെ അച്ഛൻ ഉൾപ്പെടെ നിങ്ങൾ ത്യാഗം അനുഭവിച്ച് നിൽക്കുക. പക്ഷേ ഇപ്പോൾ ഉറഞ്ഞ് വെള്ളം വീഴാൻ തുടങ്ങി. കാര്യം ആദ്യം ചെയ്ത കെട്ടിടങ്ങളാണ്. ഇതെല്ലാം പൊളിച്ച് മാറ്റണം. അമ്മയ്ക്കൊരു നല്ല വീട്, ദേവാലയം പോലത്തെ ഒരു നല്ല ധ്യാനാലയം പണിയണം. ഇപ്പം തന്നെ കഴിഞ്ഞ ആദ്യ ചൊവ്വാഴ്ച, ഇപ്പം 3-ാം ചൊവ്വാഴ്ച പോലും അവസ്ഥ ഇതാണ്. ആദ്യ ചൊവ്വാഴ്ച ഇതെല്ലാം കഴിഞ്ഞിട്ട് റോഡിലാണ് ആൾക്കാർ നിന്നത്. അപ്പോൾ ഈ ആൾക്കാരെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ബാൽക്കണി ഉൾപ്പെടെ ഇവിടെ നിന്ന് ഇങ്ങനെ സൈഡ് വീശി എടുത്തിട്ട് ബാൽക്കണി ഉൾപ്പെടെ ഇൻഡോർ സ്റ്റേഡിയം മോഡലിൽ ഒരു ചൂട് കുറച്ച് എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു സംഭവം ചെയ്യാൻ ആഗ്രഹിക്കും. കാരണം ഇതെല്ലാം ഉറഞ്ഞ് അതിൻ്റെ തകരമൊക്കെ തുരുമ്പ് പിടിച്ചും ചോർന്നുമൊക്കെ ഒരു പരുവത്തിലായി. അപ്പോൾ ഇത് പൊളിച്ചുമാരൻ്റെ സമയമായതിൻ്റെ സൂചനയാണ് അടുത്താലവരെ നനയാൻ തുടങ്ങിയത്. ആർക്കെങ്കിലുമൊക്കെ അമ്മ വീടിനെ സഹായിക്കാൻ, അമ്മയുടെ ഈ ഭവനം പണിയാൻ സഹായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളൊരു പണി ചെയ്യണം. നിങ്ങൾ തീരുമാനം എടുക്കണം. എൻ്റെ വസ്തു അല്ലെങ്കിൽ എൻ്റെ ചില ആൾക്കാർ വസ്തു വിൽക്കാനിരിക്കണില്ലേ? അപ്പോൾ വസ്തു വിൽക്കണതിൻ്റെ ഒരു 10%, 5% അമ്മ വീട് ചെയ്യാൻ വേണ്ടി ഞാൻ കൊടുക്കുമെന്ന് മാതാവിനൊരു നേർച്ച നിറന്നു നോക്കിയേ. അപ്പം നിൻ്റെ മെയ്യായിട്ടൊന്നും പൈസ എടുക്കേണ്ട കാര്യം വരത്തില്ല. എന്താ കാര്യം? 10% അമ്മക്ക് കൊടുക്കേണ്ട കാരണം
നിനക്ക് കിട്ടാനുള്ളതിൻ്റെ 3 ഇരട്ടി വാങ്ങിച്ചു തരും. കാര്യം 65 ലക്ഷം രൂപയുടെ സാധനം വിൽക്കാൻ വേണ്ടി 38 ലക്ഷം രൂപ പറഞ്ഞിട്ട് ഉടമ്പടി ചെയ്തപ്പോൾ അതെങ്ങനെയാണ് 90 ലക്ഷത്തിന് വിൽക്കണത്? അമ്മ തന്നെ ഇതൊക്കെ വിൽപ്പിക്കണത്. അതുകൊണ്ട് നിങ്ങളുടെ മെയ്യിട്ട് കൊള്ളാതെ ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഇതാണ്, എൻ്റെ വസ്തു വിൽക്കാത്ത വസ്തു വിറ്റ് എൻ്റെ കടം മാറ്റുമ്പോൾ ഞാനൊരു ഇത്ര ശതമാനം പൈസ അമ്മ വീട് പണിയാൻ വേണ്ടി കൊടുക്കും, അമ്മയ്ക്ക് കൊടുക്കുമെന്ന് തീരുമാനം ഒരു നേർച്ച എടുത്ത് പോയിക്കോ, ബാക്കി മാതാവ് നോക്കിക്കൊള്ളാം. മറ്റുള്ളവർ അങ്ങനെ വസ്തുവൊന്നും വിൽക്കാനില്ലാത്തവർ മറ്റു തരത്തിൽ അവർക്ക് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത് അതേ രീതിയിൽ ചെയ്യണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുകയാണ്. അതൊരു തീരുമാനമായിട്ടും പ്രാർത്ഥനയായിട്ടും വെക്കണം. കാര്യം നമുക്ക് റാലി വരികയാണ്. റാലിക്ക് 4.5 ലക്ഷം രൂപയാണ്. 30,000 പേരാണ് പങ്കെടുക്കണം. അവർക്ക് ഭക്ഷണം കൊടുക്കണം, വെള്ളം, അതിൻ്റെ വണ്ടി 52ഓളം വണ്ടിയാണ് വരുന്നത്. കഴിഞ്ഞ കൊല്ലം തന്നെ വന്നത്. അപ്പോൾ 4 ലക്ഷം രൂപയോളം ചിലവുണ്ട്. കഴിഞ്ഞ കൊല്ലം ഭക്ഷണത്തിനൊക്കെ പൈസ ആൾക്കാർ തരുമായിരുന്നു. ഈ പ്രാവശ്യം ഞങ്ങളത് പറഞ്ഞില്ല. അതുകൊണ്ട് ഈ റാലിക്ക് ആവശ്യമായ സമ്പത്ത് നമ്മൾക്ക് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾക്കുള്ളത് ദേവാലയത്തിൽ കൊണ്ടുവന്ന് കൊടുത്ത് ഓഫീസിൽ കൊണ്ടുവന്ന് കൊടുത്ത് രസീത് റാലിക്ക് വേണ്ടി വാങ്ങിച്ചിട്ട് നിങ്ങളുടെ വിഷയത്തിന് വേണ്ടി അത് കാഴ്ചവെക്കുകയും ചെയ്യണം. അപ്പോൾ 2 കാര്യം ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും തിങ്കളാഴ്ചയും എല്ലാ ഉടമ്പടി ദിവസങ്ങളിലെല്ലാം രാവിലെ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പണം കടം മേടിച്ച് വണ്ടി ചാർജ് കടം മേടിച്ച് വരുന്നവർ സ്വസ്ത്രക്കാഴ്ച ഇരണ്ട. പക്ഷേ പൈസ ഉള്ളവർ സ്വസ്ത്രക്കാഴ്ച അവിടെ 10 ബക്കറ്റ് വെച്ചേക്കും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ അവിടെ നിങ്ങൾക്കുള്ളത് നിങ്ങൾ അവിടെ ഇടണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിച്ച് ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. ഇവിടുത്തെ പ്രഷർ വരുമ്പോൾ 9 മണിയാവും. ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് 8 മണിക്ക് സെർവ് ചെയ്യണമെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കണം. അത് 300 പേർക്കൊക്കെ വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ നല്ല പൈസ ആകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുന്നവരെല്ലാവരും സ്വസ്ത്രക്കാഴ്ച ഇടണം. പക്ഷേ കടം മേടിച്ച് വണ്ടിക്കാശ് കടം മേടിച്ച് വരുന്നവർ സ്വസ്ത്രക്കാഴ്ച ഇടരുത്. പക്ഷേ അവർക്ക് വേണ്ടി കൂടി കാശുള്ളവർ ഇട്ടിട്ട് കർത്താവിൻ്റെ ശുശ്രൂഷ ഭംഗിയായിട്ട് കൊണ്ടുപോകണം. ഉച്ചക്കത്തെ ഭക്ഷണം ഫ്രീ ആണ് നമുക്ക് എപ്പോഴും. അതിൻ്റെ വിറക്, ഉപ്പ്, അതുപോലെ തന്നെ തേയില, അതുപോലെ തന്നെ അരി, അതുപോലെ അങ്ങനെ എന്തെല്ലാം നിങ്ങൾക്ക് തരാൻ പറ്റുന്നോ അതെല്ലാം ഇവിടെ നിന്ന് തന്നാൽ പിന്നെ ഇവിടെ നിന്ന് കൂടി ഇട്ടാൽ ഞങ്ങൾ ചെയ്യണം. സ്വസ്ത്രക്കാരും കൂടി ഇട്ടാൽ ചെയ്യണം. അല്ലാതെ ഒന്നും മിച്ചം വെച്ചിട്ട് ചെയ്യണമല്ല. 17 കൊല്ലമായിട്ട് സർവീസ് ചെയ്യണമാണ്. 17 കൊല്ലമായിട്ട് സൗജന്യമായിട്ട് ഭക്ഷണം കൊടുക്കണം. ലോകത്തിലെ ഏക ധ്യാനാലയമാണിത്. അത് നിങ്ങളുടെ സർവ്വതോന്മുഖമായ സഹായം കൊണ്ടാണ്. ആ സഹായം ഇനിയും ആ രീതിയിൽ എന്തെങ്കിലും നിങ്ങൾക്കുണ്ടാകുമ്പോൾ കൃപാസനത്തെ അമ്മയെ പ്രത്യേകിച്ച് ഓർക്കണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. അമ്മ പ്രത്യക്ഷപ്പെട്ട സന്നിധാനത്തിൽ അനേകം പേര് വന്ന് അഭയകൂടാരമായിട്ട് രക്ഷപ്പെട്ടു പോകാൻ വേണ്ടി അവർക്ക് വേണ്ടിയും ഉടമ്പടി ചെയ്തവർക്ക് വേണ്ടി ചേരിക്കുന്നവർക്ക് വേണ്ടിയും വേണ്ടി പ്രാർത്ഥിക്കുകയും മറ്റുള്ളവരോട് പറയുകയും രക്ഷപ്പെടാൻ ഒരു മാർഗം കാണിച്ചു കൊടുക്കുകയും അവരെ സുവിശേഷ വേല അറിയിക്കുകയും ചെയ്യാൻ ദൈവം നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ആശീർവാദം സ്വീകരിക്കട്ടെ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ എന്ന് വിളിക്കട്ടെ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് നേർച്ച വസ്തുക്കൾ ഉയർത്തിപ്പിടിച്ച് പത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. യേശുവേ എന്ന് വിളിക്കട്ടെ. കർത്താവായ യേശുവേ, നീറുന്ന നൊമ്പരങ്ങള്, വേദനകള്, വിഷമതകള്, രോഗദുരിതങ്ങള് അങ്ങേറ്റെടുത്ത് സൗഖ്യം നൽകുന്നതിനോട് സ്തുതിക്കുന്നു. ഞങ്ങളുടെ സാമ്പത്തിക മേഖലകള് വർദ്ധിപ്പിക്കുന്നതിനോട് സ്തുതിക്കുന്നു. കർത്താവേ, അമ്മയുടെ ഭവനം പണിയുന്നതിന് കർത്താവേ നേർച്ചകളും നിയോഗങ്ങളും സമർപ്പിക്കാൻ ഞങ്ങൾക്ക് മനസ്സ് നൽകുന്നതിനെ ഓർത്ത് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഉടമ്പടി പ്രാർത്ഥനയിലൂടെ പ്രാർത്ഥനയിലൂടെ ചെറിയ അനുഗ്രഹങ്ങളെ ഓർത്ത് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന കിടക്കുന്ന കർത്താവേ, തൊഴിൽരഹിതരെയും ഭവനരഹിതരെയും സ്വകാര്യരഹിതരെയും രോഗികളെ ആശുപത്രികളില് വീടുകളിൽ കഴിയുന്നവരെയും അങ്ങ് സുഖപ്പെടുന്നതിനെ ഓർത്ത് ശക്തിപ്പെടുന്നതിനെ ഓർത്ത് സ്തുതിക്കുന്ന പ്രാർത്ഥിക്കുന്ന കർത്താവേ, കുടുംബ മക്കളെ ആശീർവദിക്കുന്നവർക്ക് സ്തുതിക്കുന്ന കർത്താവേ, യേശുവേ യേശുവേ യേശുവേ, കരങ്ങളുയർത്തി യേശുവേ എന്ന് വിളിക്കട്ടെ. ആമേൻ 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 ആമേൻ. സ്തോത്രം കർത്താവേ, എന്റെ ഈശോയെ ആരാധന. ഹല്ലേലൂയ. യേശുവേ 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 യേശുവേ. സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ശ്രേഷ്ഠവെച്ച് പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും